എൻ്റെ പേര് നിസാർ. ഞാനിവിടെ അടുത്ത അറവക്കാടാണ്. നേരത്തെ അവിടെ ഇരുന്ന് ചോദിച്ച ആ സഹോദരൻ്റെ ചോദ്യത്തിനോട് തുടർച്ചയായിട്ട് തന്നെയാണ് എൻ്റെ ചോദ്യമുള്ളത്. മഹാന്മാരായ അമ്പിയാക്കളുടേതോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതോ അതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ മഹാരഥന്മാരായ ഔലിയാക്കളോടേതോ അതുപോലെ ഈ അടുത്ത് പുത്തമ്പള്ളി മമ്പുറത്ത് ഇങ്ങനെയുള്ള ദർഗകളിലൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ മക്ബറകൾക്ക് അവരുടെ ആ മറവ് ചെയ്യപ്പെട്ട ആ സ്ഥലങ്ങൾക്ക് യാതൊരു പുണ്യവുമില്ല, യാതൊരു മഹത്വവുമില്ല എന്നാണോ ഫൈസൽ മൗലവി നിങ്ങൾ പറയുന്നത്? എങ്കിൽ പറയട്ടെ, ചോദ്യമായിട്ടില്ല. നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ആമുഖം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇബ്നു തൈമിയ്യയെ കുറിച്ച് ഷാഫി ഇമാമിനേക്കാളും അതുപോലുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരെക്കാളും ഒക്കെ വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരിൽ വാളുകൊണ്ട് പടപൊരുതിയവരാണ്, പേനയുണ്ടി പടപൊരുതിയവരാണ് എന്നൊക്കെ വലിയ പ്രാമുഖ്യം നൽകി പറഞ്ഞ ഇബ്നു തൈമിയ്യ മഹാനവറുകൾ എന്ന് നിങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ എല്ലാ സഹോദരന്മാരും ഓഡിയൻസ് മുഴുവൻ ശ്രദ്ധിക്കണം ഈ ഒരു പരാമർശം. ഇബ്നു തൈമിയ്യയെ മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്നത് വലിയ പണ്ഡിതനായിട്ടാണ്, നേതൃത്വമായിട്ടാണ്. അദ്ദേഹം തന്റെ കിതാബിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിന്റെ 374-ാമത്തെ പേജിൽ വളരെ അടിവരയിട്ടുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. ആ പരാമർശങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്ന് തീർക്കാം. ആ സഹോദരൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ആ കിതാബിൽ ഇബ്നു തൈമിയ്യ നേതാവ് പരിചയപ്പെടുത്തുന്നു. വകദാലിക മാ യുദ്കറു മിനൽ കറാമാതി വ ഖവാരിഖിൽ ആദാത്തില്ലത്തി തൂജദു. എന്റെ വാക്കല്ല, ഇബ്നു തൈമിയ്യ പറയുന്നതാണ്. അല്ലത്തി തൂജദു ഇൻദ ഖുബൂരിൽ അംബിയാഇ വസ്വാലിഹീൻ, അഥവാ മഹാരഥന്മാരായ ഔലിയാക്കളുടെ മക്ബറകൾക്കരികിൽ അനുഭവപ്പെടുന്ന വളരെ അമാനുഷികമായ ചില കാര്യങ്ങൾ, അതുപോലെ തന്നെ സാധാരണയ്ക്ക് വിപരീതമായ വലിയ ബഹുമതികൾ, കറാമത്തുകൾ, അവരുടെ ഖബറുകൾക്ക് അരികിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന വലിയ സംഭവങ്ങൾ, അതെന്താ മിസ്ല നുസൂൽ, വലിയ പ്രകാശദ്വാരകൾ അവിടെ വർഷിച്ച് ഇറങ്ങും. അതുപോലെ മലായികത്തി ഇൻദഹ, ആ മക്ബറകൾക്കരികിൽ മലായികത്തുകൾ അവതരിച്ചു വരും. ഇത് ഇബ്നു തൈമിയ്യയാണ് പറയുന്നത്. വതവഖി ശയാത്തീൻ, അതുപോലെ തന്നെ പിശാച് ബാധയുള്ളവർ അവിടെ ചെന്നാൽ പിശാചിനെ വിരട്ടി ഓടിക്കും. അതുപോലെ തന്നെ വൽ ബഹായിമിലഹ വൻദിഫാഇൻ നാരി അൻഹാ വഅമ്മൻ ജാവറഹ, ആ പരിസരത്തുള്ള ആളുകൾക്ക് തീപിടുത്തം ബാധിക്കുകയില്ല. ഇതൊക്കെ ഇബ്നു തൈമിയ്യ തുറന്ന് എഴുതിയിട്ട് പറയാണ്. വശഫാഅത്തി ബാലിഹിം ഫീ ജിറാനിഹി മിനൽ മൗത, അവരെ അടക്കം ചെയ്ത പരിസരത്ത് ആരെയൊക്കെ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അവരെയൊക്കെ ശുപാർശ ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള അധികാരം, രക്ഷപ്പെടുത്താനുള്ള ആ കഴിവും ബഹുമതിയും ആ മക്ബറയിലുള്ള പുത്തമ്പള്ളി മൂപ്പർക്കുണ്ട്. ആ സഹോദരൻ മനസ്സിലാക്കണം. അങ്ങനെയുള്ള മഹാരഥന്മാർക്കുണ്ട്. ഇബ്നു തൈമിയ്യ പറയുന്നതാണ്. അവിടെ ചെന്നാൽ മനക്ലേശമുള്ള ആളുകൾക്ക്, ടെൻഷനുള്ള ആളുകൾക്ക് സമാധാനം ആ മക്ബറയിൽ നിന്ന് ലഭിക്കും. ഇബ്നു തൈമിയ്യയുടെ വാക്കുകളാണ്. അതുപോലെ തന്നെ ആ മക്ബറകളെ നിസ്താരവൽക്കരിക്കുന്ന ആളുകൾക്ക് അദാബ് ഇറങ്ങും. പണ്ട് ഒരു മക്ബറ, ഒരു ചുരത്തിന്റെ സമീപത്തുള്ള മക്ബറ പൊളിക്കാൻ പോയപ്പോ അവിടെ അദാബ് ഇറങ്ങിയത് പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചവരാണ്. അത് ഇബ്നു തൈമിയ്യ പറഞ്ഞ പരാമർശം ഇത് വളരെ വാസ്തവമാണ്, സത്യസന്ധമാണ്. മക്ബറകളിലുള്ള മിൻ കറാമത്തില്ലാഹി വറഹ്മത്തിഹി, അല്ലാഹു നൽകിയ ആദരവും അല്ലാഹു നൽകിയതായ ബഹുമാനവും വമാലഹ ഇൻദല്ലാഹി മിനൽ ഹുർമ, ആ മക്ബറകളിൽ അല്ലാഹു നൽകിയ ബഹുമതിയും ആദരവും ഒക്കെ ഫൗഖമാ യതവഹമുഹു അക്സറുൽ ഖൽഖി, നമ്മുടെയൊക്കെ ഈ ശൂന്യമായ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് എന്ന് ഇബ്നു തൈമിയ്യയാണ് പറഞ്ഞത്. മക്ബറകൾക്ക് യാതൊരു പുണ്യവുമില്ലത്രേ. മക്ബറകളിൽ ചെന്ന് ദുആ ചെയ്താൽ, അവരെ ഇടയാളന്മാരാക്കി ദുആ ചെയ്താൽ, ഇസ്തിഗാസ ചെയ്താൽ അതിനൊരു പുണ്യവുമില്ല. അവിടെയൊക്കെ എത്ര ബഹുമാനമുണ്ട്. എല്ലാവരും പോകണം. അതാ ഇബ്നു തൈമിയ്യ പറയുന്നത്. എല്ലാവരും അവിടെ ചെന്ന് ബറക്കത്ത് അതൊന്ന് വായിക്കും. എല്ലാവരും പോണം വായിച്ച് അത് അത് നിങ്ങളെ വാങ്ങ. അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ഇബ്നു തൈമിയ്യ പറഞ്ഞത് 100% ഹക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇബ്നു തൈമിയ്യ നിങ്ങൾ നേതാവായി, നമ്മൾ നേതാവായി. ഇബ്നു തൈമിയ്യക്ക് ഇപ്പൊ കുഴപ്പമില്ലല്ലോ. ഇബ്നു തൈമിയ്യ നിങ്ങൾക്ക് നേതാവാക്കാലോ, അല്ലെ? നിങ്ങളുടെയും നേതാവായി സ്വീകരിക്കാം. ഇബ്നു തൈമിയ്യ
ആ പറഞ്ഞത് മുഴുവനും സത്യമാണ്. നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. നിങ്ങൾ വെച്ച അർത്ഥമാണ് കുഴപ്പം. ഇതാണ് സ്ഥിരം തട്ടിപ്പ്. ഞാൻ വിചാരിച്ച അലവി സക്കാഫി ആ പണി എടുക്കുള്ളൂ എന്നാ. നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാരും ഇത് ചെയ്യുന്നുണ്ട്, നമ്മളറിയില്ലല്ലോ. അവിടെ നിങ്ങൾ അവസാനം പറഞ്ഞ വാക്കെന്താ? അവിടെ എല്ലാവരും പോയിക്കോളീൻ, അതിലുണ്ടോത്? ഇല്ല. അവിടെ പോയി തേടിയ ഉത്തരം കിട്ടും, അതിലുണ്ടോത്? ഇല്ല. ഇല്ല. അതുകൊണ്ടല്ലേ കിതാബ് പൊതിഞ്ഞു കൊടുത്തത്. കയ്യിലുള്ള കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ലല്ലോ, എനിക്കറിയാം. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബ് അല്ല നിങ്ങളെ കയ്യിലുള്ളത്, അതിന്റെ കോട്ടിംഗ് ആണ് അല്ലേ? നിങ്ങളെ കയ്യിൽ കിതാബ് ആ കിതാബല്ല. അല്ലല്ലോ. അതന്നെ പറയും. കണ്ടത് ഇതൊക്കെ മുസ്ലിയാരെ കുറെ നമുക്ക് അറിയാം. നിങ്ങളുടെ കയ്യിലെ കിതാബ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ അതുണ്ടോ ഇല്ലേ? നിങ്ങൾ വെച്ച അർത്ഥമില്ല. ഇതാണ് ഇഖ്തിലാഉ, ഇതാ ഒറിജിനൽ ഇഖ്തിലാഉ. പരാമർശമുണ്ടോ ഇല്ലേ? പരാമർശമുണ്ടോ ഇല്ലേ? ഇല്ല. നിങ്ങൾ പറഞ്ഞ അർത്ഥം ഇല്ലേ? ഇല്ല. ഞാൻ ഈ അറബി വായിച്ച് അർത്ഥം വെച്ചത് അതിലുണ്ടോ ഇല്ലേ? അർത്ഥമില്ല. നിങ്ങൾ പറഞ്ഞ അർത്ഥമില്ല, അവിടെയാണ് പ്രശ്നം. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇബ്നു തൈമിയ്യ ഞാൻ ഈ ഞാൻ വായിക്കാം, ഉള്ളത് ഞാൻ വായിക്കാം. വേണ്ട, ഒരു കുഴപ്പം. ഒരു മിനിറ്റ്, ഇനി ഞാൻ വായിച്ചോളാം. ഇനി ഞാൻ വായിക്കാം. നിങ്ങൾ വായിച്ചല്ലോ. പറഞ്ഞത് ഞാൻ വായിക്കാം, ഞാൻ വായിച്ചോളാം. അതിനുശേഷം നിങ്ങൾ പറഞ്ഞാൽ മതി ഉണ്ടോ ഇല്ലയോ എന്ന്. ആയിക്കോട്ടെ. നിങ്ങൾ വായിച്ചതുണ്ട്, നിങ്ങൾ വെച്ച അർത്ഥമില്ല. ഇനി ശ്രദ്ധിച്ചോളി, ഇനി ശ്രദ്ധിച്ചോളി. ഇരിക്കെ മുസ്ലിയാരെ, ഇനി കേക്ക്. നിങ്ങളുടെ ഇഖ്തിലാഉ ഇല്ലല്ലോ, എന്റെ ഇഖ്തിലാഉ ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇഖ്തിലാഉ ഇല്ല. നിങ്ങളെ മോലമാരെ ബുക്ക് അതല്ലേ മുസ്ലിയാരെ പൊതിഞ്ഞു കൊടുക്കുന്നത്? അവിടെ ഇരിക്കേ. അതെ, മുമ്പിലാള് ഇരിക്കാൻ പറയും. അദ്ദേഹം കേൾക്കട്ടെ. അദ്ദേഹം കേൾക്കട്ടെ. ഇരിക്കേ. നമുക്ക് അൽഹംദുലില്ലാ ഇതൊക്കെ വേണ്ടത്. അൽഹംദുലില്ലാ നമ്മൾ നിങ്ങൾ പോരുമ്പോൾ വരെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു പോകുന്ന അൽഹംദുലില്ലാ കിട്ടി. ഇനി ഇരിക്കേ. എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇൻഷാ അല്ലാഹ് വിഷയം പഠിക്കാൻ നല്ല അവസരം. അപ്പൊ ഏതായിരുന്നാലും ആ കാരണവരിക്ക് നിങ്ങൾ ഇരുന്നോളി. നമ്മൾ പറയാൻ വന്നതന്നെയാണ്, പറയാൻ തന്നെ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ഉസ്താദ് കൊണ്ടുവന്നത് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം അല്ല. ശരി, അൽഹംദുലില്ലാ. അപ്പൊ മുസ്ലിയാക്കന്മാര് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് ചില ഭാഗം അടർത്തിയെടുത്ത് അത് കോട്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ, അതാണ് ഇവർ കൊണ്ടിടക്കുന്നത്. അപ്പോൾ താങ്കളുടെ കയ്യിലുള്ള പുസ്തകം AP സമസ്തയിലെ മുസ്ലിയാക്കന്മാർ എഴുതിയ പുസ്തകങ്ങളാണ്. അതേസമയം ഇതാണ് ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. പറഞ്ഞത് എങ്ങനെ ഇളകല്ലേ? ആ ശൈത്താനൊക്കെ ഇളകിയ പോകുന്ന അദ്ദേഹം പറഞ്ഞത്. എല്ലാ ശൈത്താനും പോകുന്ന അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആള്, ഇബ്നു തൈമിയെ കുറിച്ച് ഏറ്റവും വലിയ ആരോപണമായി, വിമർശനമായി നിങ്ങളെപ്പോലെ മനുഷ്യന്മാർ പറയലെന്താ? അദ്ദേഹം ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഇസ്തിഗാസ പാടില്ല എന്ന് പറഞ്ഞു. ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് തവസ്സുൽ പാടില്ല എന്ന് പറഞ്ഞു. അതാണല്ലോ ഏറ്റവും വലിയ ആക്ഷേപമായി പറയാറ് തന്നെ. പിന്നെ എങ്ങനെ അദ്ദേഹം കിതാബ് ഈ പരാമർശം വന്നത്? അദ്ദേഹം പറഞ്ഞത് എന്താ? അവിടെ കറാമത്തുണ്ട്, അമ്പിയാക്കൽക്കാണോ മുഴുജിയത്തുണ്ട്, അവിടെ മലക്കുകളുടെ അവതരണമുണ്ട്. അതൊന്നും എന്തല്ല, ഇതൊന്നും ഇതൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. പിന്നെ ബാക്കി എന്താ? അതിലുണ്ടാവില്ല. ഇതൊന്നും ഞങ്ങളാരും എതിർക്കുന്നില്ല. പിന്നെ എതിർക്കണത് എന്താ? അതാ ശേഷം പറയാൻ പോണത്. അമ്പിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല. അമ്പിയാക്കന്മാർക്ക് മുഴുജിയത്തുണ്ട്, എതിർക്കുന്നില്ല. ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, എതിർക്കുന്നില്ല. അവരെ ഖബറിന് മഹത്വമുണ്ട്, എതിർക്കുന്നില്ല. അതൊന്നും സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം തുടങ്ങിയപ്പോ ആദരവ് ഉടക്കിട്ടോ എന്താ? മഹാന്മാരായ അമ്പിയായിന്റെയും ഔലിയായിന്റെയും ഖബറിന് ഒരു മഹത്വവും ഇല്ല എന്നാണോ ഫൈസൽ മൗലവി പറയുന്നത്? എങ്കിൽ അങ്ങനെ പറയുന്നില്ല ഫൈസൽ മൗലവി. ഒരു മൗലവിയും പറയുന്നില്ല. ഇബ്നു തൈമിയ്യയും പറഞ്ഞിട്ടില്ല, ഇബ്നു ഖയ്യിമും പറഞ്ഞിട്ടില്ല, ഒരു മുജാഹിദും പറഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാർക്ക് മാത്രമല്ല, ഒരു സാധാരണ മുഅ്മിന്റെ ഖബറിന് വരെ മഹത്വമുണ്ട്. സാധാരണ മുഅ്മിന്റെ ഖബറിന് വരെ ചവിട്ടാൻ പാടില്ല, ഖബറിന്മേൽ ചെരുപ്പിട്ടവർ ചവിട്ടാൻ പാടില്ല, ഖബറിന്മേൽ ഇരിക്കാൻ പാടില്ല. ഇതൊക്കെ ഹദീസ് വന്ന മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല. എന്തുകൊണ്ട്? മുഅ്മിന്റെ ഖബറിന് വരെ ഒരു ഹുർമത്തുണ്ട്, അതിന് മഹത്വമുണ്ട്. അതാരും എതിർത്തിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഖബറിനുണ്ട്, അമ്പിയാക്കന്മാരുടെ ഖബറിനുണ്ട്, മഹാന്മാരുടെ ഖബറിനുണ്ട്, സത്യവിശ്വാസികളുടെ ഖബറുകൾക്കെല്ലാം ഒരു മഹത്വമുണ്ട്. അത് പല രൂപത്തിലുണ്ട്. അമ്പിയാക്കളാണോ മുഴുജിയത്തുണ്ട്, മഹാന്മാരാണോ കറാമത്തുണ്ട്, അതൊന്നും തർക്കമുള്ള കാര്യമല്ല. പക്ഷെ അവിടെ പോയി അവരോട് തേടാൻ പറ്റുമോ? അത് പാടില്ല എന്ന് ഇക്കിതാബിൽ ചുരുങ്ങിയ 150 പേജിൽ ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വായിച്ച ഭാഗത്തിന് അദ്ദേഹം ഹെഡിങ് കൊടുത്തത് തന്നെ എന്താ അറിയോ? അൽ ബിദ്ഉൽ മക്കാനിയ്യ.
അൽ ബിദ്ഉൽ മക്കാനിയ, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ, ചില സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബിദ്അത്തുകൾ എന്ന് പറഞ്ഞിട്ട് ചില സ്ഥലങ്ങൾ അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. ആ കൂട്ടത്തിലാണ് അദ്ദേഹം എന്തു പറഞ്ഞത്? ഖബറുകളെ വിശേഷിപ്പിച്ചത്. ഖബറുകൾ എന്ന് അദ്ദേഹം പറയാ, ആ കൂട്ടത്തിൽ ധാരാളം ഖബറുണ്ട്. ചിലത് ചില അമ്പിയാക്കന്മാരെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു, ചിലത് പേരറിയാതെ പ്രചരിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ ചില ഖബറുകൾ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും ശരിയല്ല. ഞാൻ വായിച്ചുതരാം. അത് കൊടുന്നപ്പോൾ പോലും പ്രതീക്ഷിച്ചില്ല അത്ര ഉപകാരപ്പെടുന്നത്. അവിടുന്ന് ആരംഭിക്കുന്നത് 2 വകുപ്പ്. അദ്ദേഹം അതിൽ 4 വകുപ്പ് പറഞ്ഞു. 1 സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്, 2 സ്ഥലവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത്. എന്നാൽ അത് രണ്ടിനെയും രണ്ടാക്കി തിരിച്ചു. സമയവുമായി ബന്ധപ്പെട്ട ബിദ്അത്ത് അത് 2 രൂപത്തിൽ കാണാം. 1 ഇസ്ലാമിൽ സവിശേഷതയുള്ള സമയം, പക്ഷേ അത് പ്രത്യേകം ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. 2 ഇസ്ലാമിൽ സവിശേഷത പറയാത്ത സമയം, അത് ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ 2 എണ്ണം. മക്കാൻ സ്ഥലവുമായി ബന്ധപ്പെട്ട് 2 എണ്ണം. 1 സവിശേഷതയുള്ള സ്ഥലങ്ങൾ, പക്ഷേ അത് ഈദാക്കാൻ പഠിപ്പിച്ചിട്ടില്ല. 2 സവിശേഷത ഇല്ലാത്ത സ്ഥലങ്ങൾ, അതിനെയും ഈദാക്കാൻ പറ്റൂല. എന്നിട്ട് പറയാം രണ്ടാമത്തെ വകുപ്പ് ഏതായോ? സവിശേഷതയുള്ള സ്ഥലങ്ങൾ, ഖുസൂസിയത്തുള്ള സ്ഥലങ്ങൾ. ലാകിൻ ലാ യഖ്തലി ഇത്തിഖാദുഹാ ഈദാ വലസ്സലാത്തു വനഹ്വിഹാ മിൻ ഇബാദാത്തി ഇൻദഹു. നിങ്ങളെ വക്കിലുണ്ടാവില്ല അത്. എന്താ പറഞ്ഞത്? സ്ഥലത്തിന് പ്രത്യേകതയുണ്ട്, പക്ഷേ ആ പ്രത്യേകത ഉണ്ട് എന്നതുകൊണ്ട് അവിടെ നമസ്കരിക്കാൻ പറ്റൂല, അവിടെ ആഘോഷ കേന്ദ്രമാക്കാൻ പറ്റൂല. വനഹ്വിഹാ മിൻ ഇബാദാത്തി, നമസ്കാരം പോലുള്ള മറ്റു ഇബാദത്തുകളും പാടില്ല. ഇൻദഹു, അതിനെ സമീപത്ത് വെച്ച്. ഫമിൻ ഹാദിഹിൽ അംകിന, ഈ ഇത്തരം സ്ഥലങ്ങളിൽ പെട്ടതാണ് ഖുബൂറുൽ അംബിയാഇ വസ്സാലിഹീൻ, അമ്പിയാക്കന്മാരെ ഖബറുകൾ, സ്വാലിഹീങ്ങളുടെ ഖബറുകൾ. സവിശേഷതയുണ്ട്, പക്ഷെ അത് ആരാധനാ കേന്ദ്രമാക്കിക്കൂടാ, അവിടെ നിസ്കരിച്ചുകൂടാ, അവിടെ പ്രാർത്ഥിച്ചുകൂടാ, അവിടെ ഉത്സവ കേന്ദ്രമാക്കി ആഘോഷ കേന്ദ്രമാക്കി മാറ്റാനും പാടില്ല. വഖദ് ജാഅനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നു, വസ്സലഫി, സലഫുകളിൽ നിന്നും വന്നിരിക്കുന്നു, അന്നഹ്യു അൻ ഇത്തിഖാദിഹാ ഈദാ, ഇത് ആഘോഷമാക്കുന്നതിനെ വിലക്കി കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രവുമല്ല ഉമൂമൻ വഖുസൂസ, പൊതുവായും പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകമായും പറഞ്ഞിട്ടുണ്ട്. വബയ്യനു മഅൽ ഈദി, ആ ഈദിന്റെ ഉദ്ദേശം എന്താണ് എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഉമൂമായത് പറയാം, മൊത്തത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ലാ തജഅലു ബുയൂതകും ഖുബൂറ വലാ തജഅലു ഖബ്രി ഈദാ വസല്ലു അലയ്യ ഫഇന്ന സ്വലാതകും തബ്ലുഗുനി ഹൈസുമാ കുൻതും എന്ന ഹദീസ് പറഞ്ഞു. നിങ്ങളെ വീട് ഖബർസ്ഥാനാക്കാൻ പാടില്ല. രണ്ടാമത്തെ ഹദീസ് കൊടുത്തത്, അതിന് പണ്ഡിതന്മാർ വിശദീകരണം കൊടുത്തു ഹദീസിനെ കുറിച്ച്. ശേഷം പറയുന്നു, വകുലു ജുംലത്തി മിൻ ഹാദിൽ ഹദീസി റുവിയത് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി അസാനീദ മഅറൂഫ വഇന്നമൽ വറദു ഹുനാ അന്നഹു അൻ ഇത്തിഖാദിഹി ഈദാ. മഅറൂഫായ സനദോടുകൂടി ഈ ഹദീസിലെ എല്ലാ വാചകങ്ങളും ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈദാക്കാൻ പാടില്ല. പിന്നെയും അദ്ദേഹം ഹദീസ് കൊടുക്കുന്നു. ശേഷം ഒക്കെ പറഞ്ഞു, ഇങ്ങോളി. ശേഷം നബി തങ്ങൾ ഖബറിനെ പറ്റി പറഞ്ഞു, അന്ന ഖബർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ഖബറിൻ അലാ വജ്ഹിൽ അർളി, നബിയുടെ ഖബർ ഭൂമുഖത്തെ ഖബറിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ ഖബറാണ്, ശ്രേഷ്ഠമായ ഖബറാണ്. വഖദ് നഹാ അൻ ഇത്തിഖാദിഹി ഈദാ, അതിനെയും ഈദാക്കാൻ പാടില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഹദീസ് ഏതാ? ഇജ്അലൂ മിൻ സ്വയാത്തികും ഫീ ബുയൂതികും വലാ തത്തഖിദുഹാ ഖുബൂറ എന്ന് പറഞ്ഞ ഹദീസും അതേപോലെ വലാ തജ്അലൂ ഖബ്രി ഈദാ, എന്റെ ഖബർ ആഘോഷ കേന്ദ്രമാക്കാൻ പാടില്ല എന്നും പറഞ്ഞിരിക്കുന്നു. പിന്നെ സ്വഹാബത്തിന്റെ ഇത് പറഞ്ഞു, താബീങ്ങളുടെ ഇത് പറഞ്ഞു. അതൊക്കെ സവിശേഷത ഉണ്ടെങ്കിലും ഈ വക പണിക്ക് അവിടെ പഠിപ്പിച്ചിട്ടില്ല എന്നൊരു അവസാനം പറയാ. വസിയാറത്തുൽ ഖുബൂരി ജായിസത്തുൻ ഫിൽ ജുംല, മൊത്തത്തിൽ പറഞ്ഞാൽ ഖബർ സിയാറത്ത് ജായിസാണ്. ഹത്താ ഖുബൂറുൽ കുഫാർ, അവിശ്വാസികളുടെ ഖബർ വരെ സന്ദർശിക്കൽ അനുവദനീയമാണ്. കാരണം ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ അതിൽ തെളിവ് വന്നിട്ടുണ്ട് എന്ന് പറയാ ഹദീസും കൊടുക്കുന്നു. എന്നിട്ട് ശേഷം അദ്ദേഹം പറയാ, ഇനി ആ സിയാറത്തിന് യാത്ര പോകാൻ പറ്റൂല, അതും പറഞ്ഞു. അവസാനം പറഞ്ഞു, ഫഅമ്മാ സിവാ ദാലിക മിനൽ മുഹ്ദസാത്തി, ഇതല്ലാത്ത കുറെ മുഹ്ദസാത്തുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. അതെന്താ? ഒന്ന് അസ്സലാത്തു ഇൻദൽ ഖുബൂരി മുത്ലഖ, ഖബറിനടുത്ത് വെച്ച് നിസ്കരിക്കുന്നു. വത്തിഖാദുഹാ മസാജിദ, അതിനെ ആരാധനാ കേന്ദ്രമാക്കുന്നു. ഔ ബിനാഉൽ മസാജിദ് അലൈഹ, അലി ഖബറിന് മേൽ ആരാധനാലയം നിർമ്മിക്കുന്നു. ഇതൊക്കെ വഖദ് തവാതറത്തിൻ നുസൂസു അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിന്നഹി അൻ ദാലിക, ഇതൊക്കെ പാടില്ല എന്ന് മുതവാത്തിറായി വന്നിരിക്കുന്നു.
മുതവാത്തിറായി വന്നിരിക്കുന്നു. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഞങ്ങളാരും ഇത് കാണാൻ നടക്കുക. എന്നൊരു അവസാനം ഇതൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയാ, എന്നാൽ ഇതേപോലെ മറ്റൊരുപാട് പണി സമൂഹത്തിലുണ്ട്. അതെന്താ എണ്ണി പറയുന്നു. ഒന്ന്, അദ്ദേഹം പറയുന്നു, ഇങ്ങനെ കെട്ടിയുയർത്തിയ ഖബറുണ്ടായുള്ള പ്രശ്നം എന്താ? ഒന്ന്, അത് മറ്റുള്ള ആളുകളെ മറവ് ചെയ്യാൻ കിട്ടാത്ത വിധം അത് റിസർവ് ചെയ്ത് തടയപ്പെട്ടു പോകും, അത് പാടില്ല. രണ്ട്, ഇതൊക്കെ മുസ്ലിമീങ്ങളുടെ മുസ്ലിം ഫീ സ്വഹീഹിഹി അൻ ജാബിർ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ അൻ യുബ്നാ അൽ ഖുബൂരി, ഖബർ എടുപ്പുണ്ടാക്കൽ പാടില്ല എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിരിക്കുന്നു. നാല്, أن بناء المطاهر التي هي محل النجاسات بين مقابر المسلمين من أقبح ما تجاور به القبور لا سيما إن كان محل المطهرة قبر رجل مسلم. ത്വഹാറത്തുള്ള സ്ഥലത്ത്, ത്വഹാറത്തുള്ള കേന്ദ്രം അത്തരം സ്ഥലത്ത് ഉണ്ടാക്കാൻ പാടില്ല. 5, ഇത്തിഖാദുൽ ഖുബൂരി മസാജിദ, ഖബറുകൾ ആരാധന കേന്ദ്രമാക്കാൻ പാടില്ല. 6, അൽ ഇസ്റാജു അലൽ ഖുബൂരി, ഖബറിൽ വിളക്കെത്തിക്കാൻ പാടില്ല. വഖദ് ലഅന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഫ്അൽ ദാലിക, അത് ചെയ്യുന്നവനെ നബി ശപിച്ചിരിക്കുന്നു. 7, മുശാബഹത്തു അഹ്ലിൽ കിതാബൈനി, ജൂത ക്രിസ്ത്യാനികളോട് സാദൃശ്യമുള്ള പണിയാണത്, അതുകൊണ്ട് അതും പാടില്ല എന്ന് പറഞ്ഞ് എണ്ണി 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 അദ്ദേഹം പറയാ. എന്നിട്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നു. ശേഷം അവസാനം അദ്ദേഹം പറയുന്നു, എന്നാൽ ഇങ്ങനെ കുറെ ഖബർ ഇന്ന് സമൂഹത്തിലുണ്ട്, പലതും ആരുടേതാണെന്നറിയില്ല, വ്യാജമായി ഉണ്ടാക്കിയതാണ്, അത് പലരുടെയും പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 10-15ഓളം ഖബർ അദ്ദേഹം പരിചയപ്പെടുത്ത. ഒന്ന്, വയുദക്കറു അന്ന ഖബർ അബി അയ്യൂബിൽ അൻസ്വാരി ഇൻദ അഹ്ലിൽ ഖുസ്തൻതീനിയ കദാലിക, ഖുസ്തൻതീനിയയിൽ അബു അയ്യൂബിൽ അൻസ്വാരി ഖബർ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ വലാ ഖുദ്വത ബിഹിം, അതിന് മാതൃകയൊന്നുമില്ല. ഫഖദ് കാന മിൻ ഖുബൂരി അസ്ഹാബി റസൂലുള്ളാഹി ബിൽ അംസാരി അദദുൻ കസീർ വഇൻദഹും മുത്താബിഊൻ വമൻ ബഅദഹും മിൻ അയിമ്മ വമസ്തഗാസു. സ്വഹാബത്തിന്റെ ഖബർ, താബീങ്ങളുടെ ഖബർ എല്ലാം ഇമാമീങ്ങൾ ജീവിച്ച നാട്ടിലുണ്ടായിരുന്നു. എന്നിട്ട് പോലും വമസ്തഗാസു, ഇമാമീങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല, ഇമാമീങ്ങളാരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഇൻദ ഖബ്രി സ്വഹാബിയിൻ ഖത്തു, ഒരൊറ്റ സ്വഹാബിയുടെ ഖബറിനെ പോയിട്ടും ഇമാമീങ്ങൾ ഇസ്തിഗാസ ചെയ്തിട്ടില്ല. വലസ്തസ്ഖൗ ഇൻദഹു, ആ ഖബറിനെ പോയി മഴയെ തേടിയിട്ടില്ല. വലാ ബിഹി, ആ ഖബറാളിയെ കൊണ്ടും മഴയെ തേടിയിട്ടില്ല. വലസ്തൻസറു ഇൻദഹു, ആ ഖബറിനടുത്ത് പോയിട്ട് സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. വലാബിഹി, ആ ഖബറാളിയെ കൊണ്ടും സഹായം അഭ്യർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ന്യായമല്ല, അഹ്ലു കിതാബിന്റെ പണിയാണ് എന്ന് പറഞ്ഞ് അവസാനിച്ചിട്ടില്ല. ഇനി 100-150 പേജ് അതേ ആ വിഷയം പറയാം. ഇതിൽ നിന്നാണ് മുസ്ലിയാരെ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ഉസ്താദ് സമർത്ഥമായി ഒരു 4 വരി മുറിച്ചെടുത്ത് അത് പുസ്തകമാക്കി അത് കൊണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളുടെ കയ്യിലെ പുസ്തകം ഒന്നുകിൽ ഫിഖ്ഹു സുന്ന ലി അഹ്മദ് മുസ്ലിയാർ നെല്ലിക്കുത്ത്, അതല്ലെങ്കിൽ വിശ്വാസകോശം. ഈ രണ്ടാവാനാണ് സാധ്യത. രണ്ടാമത് പറഞ്ഞതായിരിക്കും ശരിയെന്ന് വിചാരിക്കുന്നു. അബ്ദുൽ അസീസ് ഫൈസ് എഴുതിയ ഇസ്ലാമിക വിശ്വാസകോശം, അതിൽ നിന്നാണ് നിങ്ങൾ വായിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നെല്ലിക്കുത്തിന്റെ മരോഹനാണ്. അപ്പൊ ഒന്ന് അമ്മ ശങ്കർത്തു, ഒന്ന് മരോനും കാട്ടി, രണ്ടാളും ചെയ്ത പണി ഈ ഫിത്തനയാണ്. അതുകൊണ്ട് ആ പുസ്തകങ്ങൾ വിശ്വസിക്കല്ല. നിങ്ങളോട് ഇനി എനിക്ക് ഏറ്റവും നിശ്ചയത്തോട് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി, ആ പുസ്തകത്തിലെ എല്ലാ ഇബാദത്തും നിങ്ങൾ അസ്ലി കിതാബുമായി തട്ടിച്ചു നോക്കുക. അതിൽ പറഞ്ഞ എല്ലാ വാചകങ്ങളും, അതിന് വാള്യമുണ്ട്, പേജുണ്ട്, ഒക്കെ ഉണ്ട്. ആ കിതാബ് നിങ്ങൾ അന്വേഷിക്കുക, ആ വാള്യം കണ്ടെത്തുക, ആ പേജ് വായിക്കുക. എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വഹാബിയാകും, സംശയമില്ല. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞത് കളവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് അബ്ദുൽ അസീസ് ഫൈസിന്റെ പുസ്തകമാണ് എന്നാ. ഇത് അബ്ദുൽ അസീസ് സഖാഫിന്റെ പുസ്തക സഹോദര. പിന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയം വകദാലിക എന്ന് പറഞ്ഞത് മുതൽ ഞാൻ വായിച്ച് വമാലഹ മിൻ ഇൻദല്ലാഹി മിനൽ ഹുർമതി ഫൗക മാ യതവഹമുഹു അക്സറുൽ ഖൽഖി ലാകിൻ ലൈസ ഹാദാ മൗലിഅ തഫ്സീർ ദാലിക എന്ന പരാമർശം വരെ സഹോദരന്മാരെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ ഉണ്ട്. അത് ഇല്ല എന്ന് അദ്ദേഹവും പറയുന്നില്ല. പിന്നെ ഈ ബഹുമാനവും ആദരവും എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ ഹഖാണ്, ആ പറഞ്ഞത് സത്യമാണ് എന്ന് മൗലവി സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇബ്നു തൈമിയ വലിയ ബഹുമാനവും ആദരവും അദ്ദേഹം പറഞ്ഞല്ലോ അതൊരിക്കലും നിഷേധിക്കുന്നില്ല എന്ന്. നേരത്തെ ആ പറഞ്ഞ സഹോദരൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് പല കാരണങ്ങൾ. ശബരിമലയിലേക്ക് പോയപ്പോ അനുഗ്രഹം കിട്ടിയതും അനുഭവങ്ങൾ കിട്ടിയതും അങ്ങനെയൊക്കെ പറഞ്ഞ് വളച്ചൊടിച്ചിട്ട് വളരെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് അതിനൊരു നിലക്കും ഒരു നിലവാരമില്ലാത്ത നിലക്ക് ആക്കി തീർത്ത അദ്ദേഹം, ഞാൻ ഇത് വായിച്ചപ്പോ ഇബ്നു തൈമിയ പറഞ്ഞത് വളരെ ഹഖാണ്, മഖ്ബറകൾക്ക് ഞങ്ങൾ ബഹുമാനം കൊടുക്കുന്നുണ്ട്, സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നമ്മുടെ മുഖാമുഖം ഇവിടെ ഈ അയനിച്ചോട്ടുകാർ വിജയിച്ചു പോയി. അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, ശരി.
നമുക്ക് ആവശ്യം തന്നെയാണ്. ഏതായാലും ഈ മക്ബറകൾക്കരികിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നു, അവിടെ പള്ളികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ആ ഉടനീളം വായിച്ചതൊന്നും ഇവിടെ ഈ കേരളത്തിൽ എവിടെ നോക്കിയാലും സുന്നികൾ ആരും ചെയ്യുന്ന ഒരു പ്രവണതയല്ല. അവിടെയുള്ള ആളുകളെ ദൈവമാക്കി, വിഗ്രഹമാക്കി, അവിടെയുള്ള ആളുകളെ ഒരു ആരാധ്യ വസ്തുവാക്കിയിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണത അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുന്നികൾ ആരും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞ പരാമർശങ്ങൾ മുഴുവനും പരമ അബദ്ധമാണ്. സദസ്സിന് മുഴുവനും ഈ ഒരു തറദ്ദുദിലാക്കാൻ വേണ്ടി, ഇഷ്കാലിലാക്കാൻ വേണ്ടി, ഒരു ഒന്നും കിട്ടാതെ പോകുന്നവരാക്കാൻ വേണ്ടി പറഞ്ഞ പരാമർശങ്ങളാണ്. സുന്നികളൊക്കെ ചെയ്യുന്നത് മഹാന്മാർക്ക് അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്. ജീവിതകാലത്ത് അവരോട് സഹായം തേടുന്നത് പോലെ നേരത്തെ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇസ്തിഗാസ. ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. ചോദ്യം ചോദിച്ചിട്ട് അതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുക. ചോദ്യത്തിന് ഞാൻ ചോദിച്ചു വരുന്നത്, അതായത് സാധാരണക്കാരായ ആളുകൾക്ക് അള്ളാഹു ഒരുപാട് കഴിവ്, കസ്ബ് ഇഖ്തിയാർ എന്ന് പറയുന്ന ഒരു കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് എന്റെ രോഗങ്ങൾ പറയാം, എന്റെ മാതാവിനോട് എനിക്ക് ഭക്ഷണം ചോദിക്കാം. ആ കഴിവ് അള്ളാഹു കൊടുക്കുന്ന ആ തൗഫീഖ് കൊണ്ട്, ഹൽക്ക് കൊണ്ട് ഉമ്മാക്ക് എന്നെ സഹായിക്കാൻ കഴിയും, മാതാവിന് എന്നെ സഹായിക്കാൻ കഴിയും. അതുപോലെ തന്നെ അസാധാരണ വ്യക്തിത്വങ്ങൾ, മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, അവർക്കും അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈസാ നബി മരിച്ച ആളുകൾക്ക് ജീവൻ നൽകിയതും, അന്ധതയുള്ള ആളുകളുടെ അന്ധത മാറ്റിയതും, ബധിരത മാറ്റിയതും, വെള്ളപ്പാണ്ട് രോഗം മാറ്റിയതും. അസാധാരണ വ്യക്തിത്വങ്ങൾ അസാധാരണ കഴിവ് കൊണ്ട് സഹായിക്കുന്നു. ആ കഴിവ് അവരുടെ മരണശേഷവും നിലനിൽക്കുമെന്ന് ഇബ്നു തൈമിയ ഈ പറഞ്ഞതിനെ ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ നമ്മളൊക്കെ സമ്മതിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അസാധാരണമായ കഴിവ് അവർക്കൊരിക്കലും മരിച്ചാലും മുറിഞ്ഞു പോകുന്നില്ല എന്ന് അദ്ദേഹവും സമ്മതിച്ചതുകൊണ്ട് ആ അസാധാരണമായ കഴിവ് വെച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്നുകൊണ്ട് നമുക്ക് ഇസ്തിഗാസ ചെയ്യുന്നതിനും തവസ്സുൽ ചെയ്യുന്നതിനും യാതൊരു അബദ്ധവുമില്ല. അത് അള്ളാഹുവിന്റെ അതേ പൊസിഷനിൽ നിർത്തിയിട്ടല്ല ആ മഹാന്മാരുടെ അടുത്തേക്ക് ഒരു സുന്നികളും ചെല്ലുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ പറയുന്നു. അൽഹംദുലില്ലാഹ്. ശരി, അപ്പൊ ഏതായിരുന്നാലും നേരത്തെ പറഞ്ഞ ആവർത്തിക്കുന്നു, ഇബ്നു തൈമിയ പറഞ്ഞത് ഹക്കാണ്. നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ. നിങ്ങൾ വെച്ച അർത്ഥമാണ് ബാത്തിൽ. അതിലാണ് കിട്ടുക. അപ്പൊ ഏതായാലും ഇപ്പൊ അബ്ദുൽ അസീസ് സഖാഫി അത് ഉറപ്പല്ല, ഫൈസി അല്ല സഖാഫിയ. അപ്പൊ ദേശം കൂടി മൂർച്ച കൂടിയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉദ്ദേശം അബ്ദുൽ അസീസ് സഖാഫി തന്നെയാണ്. പറഞ്ഞപ്പോൾ പൈസ ആയിപ്പോ ഏതായാലും രണ്ടും സാധനം ഒന്ന് തന്നെ. അപ്പൊ എന്തിനാ ഉസ്താദൊക്കെ പൊതിഞ്ഞ് ഇടങ്ങളിൽ കൊണ്ടുവരുന്ന ആവശ്യം ഞങ്ങൾക്ക് ഇത് അറിയില്ലേ? ഇപ്പൊ പൊതി കഴിഞ്ഞു പോയിപ്പോ, ഇപ്പൊ മൊത്തം അഴിഞ്ഞു, പൊതിയല്ല മൊത്തം അഴിഞ്ഞു. ഇനി ബാ ആയിക്കോട്ടെ. അപ്പൊ ഏതായിരുന്നാലും മുസ്തേരെ നിങ്ങൾ വല്ല കാലത്ത് ഇഖ്തിസാസുൽ മുസ്തഖീം 362 പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ എന്താ അറിയോ, ഇന്ന് ആരും കാണൂല പൊതിഞ്ഞതാന്നാ. ഇതൊക്കെ ഞങ്ങൾക്കറിയാം. മോലയമായത്ത് ആകെ ആ 2 കിതാബേ ഉള്ളൂ. അതാണ് ഓല ഖുർആനും ഹദീസും ലൗഹുൽ മഹ്ഫൂദും ഒക്കെ. അതിനപ്പുറത്ത് പോയി കിതാബില്ല. അതിൽ പറഞ്ഞതല്ലാത്ത ഒന്ന് ഒരു മുതലും പറയില്ല. ഇത്ര പോലെ ഞങ്ങളൊക്കെ എത്ര ധൈര്യത്തിൽ വന്നിട്ട് എന്താ അറിയോ, നിങ്ങളെടുത്ത് മുതലില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ്. ഞങ്ങളെ ഇൽമോണ്ടല്ല നിങ്ങൾ കൊണ്ടുവന്ന എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്കറിയാം. 40 ആയത്താ മുമ്പ് തെളിവ് ഇസ്തിഗാസ കൊടുത്തത്. ആയിക്കോട്ടെ ശരി, ഒക്കെ പറയണല്ലോ, അതൊക്കെ പറഞ്ഞല്ലോ, എല്ലാം പറയണം. നിങ്ങൾക്ക് എടുക്കാറുണ്ടാവും, പക്ഷെ ബാക്കിയുള്ളവർക്ക് ഇത് സംഗതി മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ഞങ്ങളൊക്കെ ഒന്നുമല്ലാത്ത ഞങ്ങളൊക്കെ ഇവിടെ വന്ന് എണീറ്റിക്കണത് നിങ്ങൾ എന്താ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് മാത്രം, അല്ല ഞങ്ങളെ ഇൽമിന്റെ ഊക്കൊണ്ടൊന്നല്ല. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇബ്നു തൈമിയ ഒരിക്കലും ഇസ്തിഗാസ ചെയ്യാൻ പറഞ്ഞ ആളല്ല, പാടില്ല എന്ന് പഠിപ്പിച്ച ആളാണ്. എന്നാൽ കറാമത്തുണ്ട്, മുഴുജത്തുണ്ട്, അത് മരണശേഷം മുറിയുകയില്ല. ആർക്കാ തർക്കമുള്ളത്? മുജാഹിദ് പ്രസ്ഥാനം ഒരു കാലത്തും എതിർത്തിട്ടില്ല. എന്ന് മാത്രമല്ല, കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹം എഴുതിയ അല്ലാഹുവിന്റെ ഔലിയാക്കൽ, മുസേരെ ശ്രദ്ധിക്ക്, നല്ലതാണ്. രാത്രി പോയി കിടക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നരമ്പുമ്പോൾ പിടിക്കും. കുഞ്ഞീദ് മദീൻ റഹിമഹുല്ല അദ്ദേഹത്തിന് അല്ലാഹുവിന്റെ ഔലിയാക്കൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സംഭവങ്ങൾ ഉദാഹരണ സഹിതം എടുത്തുകൊണ്ട് പറയുന്നു, മരിച്ചാലും കറാമത്തുണ്ടാകും. കുഞ്ഞീദ് മദനിയുടെ അല്ലാഹുവിന്റെ ഔലിയാക്കൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം സംഭവങ്ങൾ തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിക്കുന്നു, മരണശേഷം കറാമത്തുണ്ടാകും. അപ്പൊ അതൊന്നുമല്ല തർക്കം, അവിടെ ഒന്നുമല്ല തർക്കം. നേരെ മറിച്ച് അവിടെ പോയി തേടാമോന്ന അത് നിങ്ങളെ വക പറഞ്ഞേ ഉള്ളൂ. അത് അവനാന്റെ ന്യായം. സാധാരണ കഴിവ്, അസാധാരണ കഴിവ്, അതൊക്കെ ന്യായം പറയാന്നല്ലാതെ വേറെ. അപ്പം നിങ്ങൾക്ക് കിതാബ് ഓതി കുറച്ച് ഇലുമുണ്ട്, അവിടെ അയൽവാസി ചോദിക്കുക ലേശം ഇരുമിക്കണ് തരി എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് 60 കൊല്ലം ആയുസുണ്ട്, എനിക്ക് ഒരു 10 കൊല്ലം ഇങ്ങോട്ട് തരുമോ വെച്ചാൽ അത് എടുത്തു കൊടുക്കാൻ പറ്റുമോ? അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ തിരക്കിടില്ല, അത് ന്യായമാണ് തോന്നുമെന്നല്ലാതെ ഇസ്ലാമിൽ അതിന് പ്രസക്തി ഇല്ല.
ഇനി നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ പോയി തേടിയ ഉത്തരം കിട്ടുന്ന വിഷയത്തെ ഞാൻ വളരെ മോശമായി പറഞ്ഞു എന്ന്. ഞാൻ മോശമായി പറഞ്ഞതല്ല, അതേ ഇഖ്തിലാലുണ്ട്. അതേ ഇഖ്തിലാലിൽ ഒരു 5-8 പേജ് അപ്പുറത്തേക്ക് പോയാൽ 390 പേജ് അദ്ദേഹം പറയാം, സുമ്മ സബബു ഖലാഇ ഹാജത്തി ബഅദി ഹൗലായി ദാഈന അൽ അദ്ഇയത്തുൽ മുഹറമ. ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ അവിടെ വന്ന് ഹറാമായ ദുആ നിർവഹിച്ചിട്ടും ഉത്തരം കിട്ടിയല്ലോ, അതെന്തുകൊണ്ട്? അന്ന റജുല മിൻഹും ഖദ് യകുനു മുൽതറൻ ഇൽതിറാറാ. ഒരു പക്ഷേ അയാൾ പ്രതിസന്ധിയിൽപ്പെട്ട ആളായിരിക്കും. ലൗ ദഅല്ലാഹ ബിഹാ മുശ്രികുൻ ഇൻദ വസനിൻ ലസ്തുജീബ ലഹു. ആ ഘട്ടത്തിൽ ഒരു മുശ്രിക്കായ മനുഷ്യൻ വിഗ്രഹത്തിന് മുമ്പ് പോയി പ്രാർത്ഥിച്ചാലും ഒരു പക്ഷേ പടച്ചോ ഉത്തരം കൊടുക്കും. കാരണം എന്താ? അയാളെ ദുരിതം അത്രമാത്രമുണ്ട്. ആ ദുരിതത്തിൽ അകപ്പെട്ടവനെ സഹായിക്കുക എന്ന നിലക്ക് റബ്ബ് സഹായിക്കുന്നു. അത് മുശ്രിക്കീങ്ങൾ ബിംബത്തിനടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചാലും കിട്ടും എന്ന് ഈ കിതാബിലുണ്ട്. എൻ്റെ വക പറഞ്ഞതല്ല. അതുകൊണ്ടാണ് ഞാൻ നാട്ടു ഗുരുവായൂരും ശബരിമലയും പറഞ്ഞത്. പിന്നെയോ അതേപോലെ രണ്ടാം അദ്ദേഹം പറഞ്ഞ എന്താ? ഒരു പക്ഷേ ചോദിച്ച കാര്യം ഫിത്നയായിരിക്കും, എന്നാലും ഒരു പക്ഷെ അള്ളാഹു തആല കൊടുക്കും അയാൾക്ക് പരീക്ഷണമായിട്ട്. അതിന് അദ്ദേഹം തെളിവ് ഉദ്ധരിക്കുന്നു. ഇതിന് ശേഷം പറയാ, ഫകം മിൻ അബ്ദിൻ ദആ ദുആഅൻ ഗൈറ മുബാഹിൻ ഫഖുലിയത് ഹാജതുഹു ഫീ ദാലിക ദുആ. എത്രയെത്ര മനുഷ്യന്മാർ ഹറാമായ സംഗതി ചോദിച്ചിട്ട് ആ ആവശ്യം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. വകാനത് സബബു ഹലാകിഹി ഫിദ്ദുനിയ വൽ ആഖിറ. ആ ദുനിയാവിലെയും ആഖിറത്തിലെയും നാശത്തിന് കാരണമായി മാറിയിട്ടുണ്ടാകും എന്ന് വരെ ആ കിതാബിലുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ അടർത്തിയെടുത്ത് കഷ്ണം വായിച്ചത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നുള്ളത് സാധാരണക്കാർക്ക് സാധാരണ കഴിവുണ്ട്, അത് നമ്മൾ ചോദിക്കുന്നു. അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട്, അതൊന്നും ചോദിച്ചുടേനാ. അസാധാരണക്കാർക്ക് അങ്ങനെ അസാധാരണ കഴിവുണ്ടെന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല. മൗലവിമാർ ഉണ്ടാക്കി വെച്ചു എന്നല്ലാതെ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവുണ്ട് എന്ന് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല. അവരാരും അത് മനസ്സിലാക്കിയിട്ടുമില്ല. അള്ളാഹിന്റെ റസൂലാണല്ലോ ഏറ്റവും വലിയ അസാധാരണക്കാരൻ. ആ റസൂലിനാണല്ലോ മുഴുജത്ത് ഉണ്ടായത് ഏറ്റവും കൂടുതലായി. ആ റസൂൽ തങ്ങളെ മുഴുജത്ത് നേക്കുനേരെ കണ്ട സ്വഹാബിമാർ നബി തങ്ങളോട് തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നബി തങ്ങളെ ഖബറിനെ പോയിട്ട് ആയിഷാ ബീവിയോ സിദ്ദീഖ് അക്ബർ ഉമർ ഖത്താബ് ഉസ്മാൻ അഫ്ഫാൻ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹും വറളു അൻഹു ആ പറയപ്പെട്ട ഒരാളും നിർവഹിച്ചതായി കാണുന്നില്ല. അപ്പൊ എന്തേ? അവർക്കാർക്കും ഈ മുഴുജത്ത് കണ്ടിട്ട് മനസ്സിലായില്ല എന്നാണ്. ചന്ദ്രൻ പുലർത്തത് കണ്ടത് അവരാണ്, സൂര്യനെ പിടിച്ചു നിർത്തിയത് കണ്ടത് അവരാണ്, തുടങ്ങിയ ഒട്ടനവധി മുഴുജത്തുകൾ നേക്കുനേരെ കണ്ട സ്വഹാബിമാർ. കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് അവർ കണ്ടിട്ടുണ്ട്, ഭക്ഷണം വർദ്ധിക്കുന്നത് അവർ ദൃക്സാക്ഷികളായിട്ടുണ്ട്. എന്നിട്ട് വിശന്ന് പൊരിഞ്ഞ് അടങ്ങാറായപ്പോൾ അവർ വീട്ടിൽ നിന്ന് റസൂലെ എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം തരേണ്ടതെന്ന് ഓലാരും തേടിയിട്ടില്ല. നബിയും സിദ്ദീഖ് അക്ബർ ഉമർ ഖത്താബും കൂടി നട്ടപ്പാതിലേക്ക് പുറത്തിറങ്ങി വിശന്ന് പൊരിഞ്ഞിട്ട് സിദ്ദീഖ് ചോദിച്ചോ, നബി നിങ്ങൾക്ക് മുഴുജത്തില്ലേ, നിങ്ങൾ ഭക്ഷണം വർദ്ധിപ്പിച്ച ആളല്ലേ, എന്തിനാ നമ്മൾ പുറത്തിറങ്ങൾ, നിങ്ങളാണ് മുഴുജത്ത് കാണിക്ക് എന്ന് പറഞ്ഞിട്ടില്ല. എത്ര സംഭവങ്ങൾ ധാരാളം നമുക്ക് പറയാൻ കഴിയുന്നു. അപ്പൊ അസാധാരണക്കാർക്ക് അസാധാരണ കഴിവ് എന്ന പ്രയോഗം തന്നെ ശരിയല്ല. മുഴുജത്ത് കറാമത്ത് അവരുടെ കഴിവേ അല്ല, അവരുടെ കഴിവേ അല്ല. ഈസാ നബി വിചാരിക്കുമ്പോഴെല്ലാം മരിച്ചവരെ ജീവിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണോ നമ്മളൊക്കെ വാപ്പാരും വല്ലിപ്പാരൊക്കെ മരിച്ചു, ഇവിടെ ജീവിപ്പിക്കാൻ നമുക്ക് ബുദ്ധില്ലേ? നമ്മളാണ് ഈ കാര്യം പോലെ പറഞ്ഞു, ഈസാ നബി എൻ്റെ വാപ്പാനെ ജീവിപ്പിച്ച് എന്നെ ഇത് തേടിയിട്ടുണ്ടോ? ഖുർആൻ പറഞ്ഞ മുഴുജത്തല്ലത്, ഖുർആൻ പറഞ്ഞ മുഴുജത്ത. എന്നിട്ട് ആ ആയത്ത് നമ്മളൊക്കെ ഓടിപ്പോയിട്ട് അങ്ങനെ ഉണ്ടോ, എന്നാൽ എൻ്റെ വല്ലിപ്പണം എണീപ്പിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ എന്ന് നമ്മൾ ആരെങ്കിലും ഇക്കാര്യം വരെ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര വലിയ വലിയ നേതാക്കന്മാർ മരിച്ചു പോയി, സമൂഹത്തിന് തീരാ നഷ്ടം എന്ന് പത്രം എഴുതി, എന്തിനാ അത് പോയി ചോദിച്ചാൽ പോരെ? എന്താ ചോദിക്കാത്തത്? അങ്ങനത്തെ ഒരു വകുപ്പില്ല, അങ്ങനത്തെ ഒരു വകുപ്പില്ല. അതുകൊണ്ട് കറാമത്തെ മുഴുജത്ത് അവരുടെ കഴിവല്ല. അവർ ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ യഥേഷ്ടം പ്രവർത്തിക്കാവുന്ന കഴിവായി കൊടുത്തിട്ടില്ല. റബ്ബ് ഉദ്ദേശിക്കുമ്പോൾ റബ്ബ് ഉദ്ദേശിക്കുന്ന കാര്യം റബ്ബുദ്ദേശിക്കുന്ന ആളുകളിലൂടെ റബ്ബ് നടപ്പാക്കുന്നു. അതുകൊണ്ട് ആ കറാമത്ത് കണ്ട മുഴുജത്ത് കണ്ട വലിയനെ അള്ളാഹ് പരിചയപ്പെടുത്തി ഖുർആനിൽ. മറിയം ബീവിയും പിന്നെ സക്കരിയ നബിയും. മറിയം ബീവിയുടെ കറാമത്ത് സക്കരിയ നബി കണ്ടു. കറാമത്ത് കണ്ട സക്കരിയ നബി ചെയ്ത പണി എന്താ? സൂറത്ത് ആൽ ഇംറാനിൽ കാണാം, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. ആ കറാമത്ത് കണ്ടപ്പോൾ സക്കരിയ നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ കറാമത്ത് കണ്ടവർ കറാമത്ത് ആരിൽ നിന്നുണ്ടായോ അവരോടല്ല തേടിയത്, കറാമത്ത് ആര് നൽകിയോ അവനോടാണ് തേടിയത്. അതുകൊണ്ട് പുത്തമ്പള്ളി ഷെയ്ഖ് കറാമത്തുണ്ടെങ്കിൽ ഷെയ്ഖിനോടല്ല തേടേണ്ടത്, ആ കറാമത്ത് നൽകുന്നവൻ അല്ലാഹ്, ആ റബ്ബിനോടാണ് ചോദിക്കേണ്ടത്. അല്ലെ കറാമത്തില്ല എന്നല്ല, മുഴുജത്തില്ല എന്നല്ല. അതേസമയം നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ നമ്മളാരും വിശ്വസിക്കണില്ല എന്ന്, അത് ശരിയല്ല.
അത് ശരിയല്ല. അത് CM സ്മരണിക, നേരത്തെ പറഞ്ഞല്ലോ CM സ്മരണിക, കാന്തപുരം ഉള്ളാൾ തങ്ങളും അടക്കം എല്ലാവരും ഒപ്പിട്ട് അംഗീകരിച്ച് പ്രഖ്യാപിച്ച സാധനം. ഇതിൽ 39ാമത്തെ പേജ്, അതേമാതിരി കോട്ടിംഗ് ഒന്നല്ല, ഒറിജിനൽ സാധനം. ഇതിൽ പറയാം എന്താ, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഈ ഹദീസിന്റെ വിവക്ഷ. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഔലിയാക്കന്മാരെ പറ്റി പറയാം, ഔലിയാക്കന്മാരെ കുറിച്ച് പറയാം. അള്ളാഹു കാണും പോലെ കാണുക, അല്ലാഹ് കേൾക്കും പോലെ കേൾക്കുക, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക. ഇത് നിങ്ങൾ അംഗീകരിക്കുക ശിർക്കല്ലാന്ന്? നമ്മളെല്ലാ വാശിയും എല്ലാ മത്സരവും മാറ്റിക്കുക. ഇത് കാന്തപുരം അടക്കം ഉള്ള സമിതി, അതാ ഉപദേശക സമിതി, സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞിക്കോയത്തങ്ങൾ ഉള്ള ആള് ചെയർമാൻ, അവയത്ത് കുഞ്ഞിസീദി കോയത്തങ്ങൾ, MA അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് യൂസുഫ് കോയത്തങ്ങൾ ബുഖാരി, ഇവരാണ് ഇതിന്റെ ഉപദേശക സമിതി. അതിൽ മെമ്പറായ അവയത്ത് കുഞ്ഞിസീദി കോയത്തങ്ങളാണ് ലേഖനം എഴുതിയത്. അദ്ദേഹമാണ് ഈ പറഞ്ഞത്, അള്ളാഹു കാണും പോലെ കാണുക, അള്ളാഹു കേൾക്കും പോലെ കേൾക്കുക, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുക. ഇനി മുസ്ലിം നമ്മൾ വെറുതെ വാശി പിടിച്ചിട്ട് ഇതിന് ന്യായം ഉണ്ടാക്കാൻ നോക്കണോ? ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോളി, മുസ്ലിങ്ങൾക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയാം, അത് കഴിഞ്ഞോട്ടെ, എൻ്റെ കഴിഞ്ഞോട്ടെ, ന്യായമൊക്കെ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾ അത് തക്ലീദ് ചെയ്തിട്ട് അങ്ങനെ പൊയ്ക്കോളി, നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പം ഈ നിലയ്ക്ക് പച്ചയായിട്ട് റഹ്മാനായ റബ്ബിൻ്റെ വിശേഷണങ്ങൾ പോലും റബ്ബല്ലാത്തവർക്ക് വകവെച്ചു കൊടുത്തുകൊണ്ട് എഴുതിയിട്ട് ഞാൻ അതിനും ന്യായമുണ്ട് പറയുകയാണെങ്കിൽ തൗഫീഖിന് വേണ്ടി ദ്വാരിക്കുക എന്നല്ല, വേറെ വഴിയൊന്നുമില്ല. നട്ടപ്പാതിരാക്കി എണീറ്റ് ഉളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുക, പഠിച്ചോണേ എനിക്ക് ഇതിൽ ഏതാ ശരി ഏതാ തെറ്റ് എനിക്ക് മനസ്സിലാക്കി തന്നെ എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക. അത് മാത്രമേ വഴിയുള്ളൂ. അല്ല ന്യായം നമുക്ക് പലതും പറയാം, ആ ന്യായം ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ന്യായമല്ല. ശരി പറഞ്ഞോളി, അല്ല മൂപ്പ ന്യായം പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് പറയാം. ഇവിടെ ഇപ്പൊ നമ്മൾ കേൾക്കുന്നതും പറയുന്നതും സത്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ്, ജനങ്ങൾക്ക് ഹക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇദ്ദേഹം പറഞ്ഞു അതിൽ ന്യായമില്ലാന്ന്, ഞാൻ പറയുന്നത് ന്യായമുണ്ടെന്ന്. എന്താ കാരണം? ആ എഴുതിയത് മുഖാമുഖം എന്നാണ്, ദേവ സമിതി ചങ്കങ്ങളും മണ്ഡലം മുഖാമുഖം. ഞാനത് കാണുന്നു, അള്ളാഹു അത് കാണുന്നു, സമല്ലേ? ഒരു മിനിറ്റ് സബൂറാക്കി, ഞാൻ കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. പക്ഷെ എന്റെ കഴിവ് അള്ളാഹുത്തെ എനിക്ക് തന്ന കഴിവാണ്. അള്ളാഹുവിന്റെ കഴിവോ അത് ആരും കൊടുത്തല്ല. അള്ളാഹുവിന്റെ കഴിവ് കദീമാണ്, എന്റെ കഴിവ് ജദീദാണ്. എന്റെ കഴിവ് എപ്പോഴും അള്ളാഹു താലാക്ക് എടുത്തു മാറ്റാൻ പറ്റുന്നതാണ്. അള്ളാഹുവിന്റെ കഴിവ് ആർക്കും എടുത്തു മാറ്റാൻ പറ്റുന്നതല്ല. അങ്ങനെയുള്ള വ്യത്യാസത്തോട് കൂടെ കാണുമ്പോൾ അതിൽ തെറ്റില്ല. ആ കാന്തപുരം പറഞ്ഞതല്ല, ഒന്ന് തെറ്റല്ല, വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ കഴിവുകളെല്ലാം കദീമായ കഴിവാണ്, മനുഷ്യരുടെ കഴിവ് ജദീദാണ്. ജനങ്ങൾക്കുള്ള കഴിവൊക്കെ അള്ളാഹുവിനെ കൊടുക്കുന്നതാണ്. അത് എപ്പോഴും എടുത്തു മാറ്റാൻ അള്ളാഹുവിന് കഴിവുള്ളതാണ്. അതാണ് അതിലുള്ള വ്യത്യാസം. ഒരു മിനിറ്റ് നിങ്ങൾ ആയിക്കോട്ടെ. അപ്പൊ ലോകത്ത് ശിർക്കേ ഉണ്ടാവൂല, ലോകത്ത് ശിർക്കനുണ്ടാവൂല. അബൂജഹൽ നിങ്ങളെ മുമ്പ് നിൽക്കും. ഇമാമായിട്ട് അബൂജഹൽ നിൽക്കണം. അബൂജഹൽ എന്താ? ഒരു മിനിറ്റ്, ഇനി ഞാൻ പറയട്ടെ. ഞാൻ കേട്ട് പറഞ്ഞോളി, അത് കേട്ടിട്ട് പറഞ്ഞോളി, ഞാൻ കേട്ടിട്ട് പറഞ്ഞോളി, പറഞ്ഞ് കേൾക്കട്ട് നിങ്ങൾ പറഞ്ഞോളി. നിങ്ങൾ സമയം തരാം, നേരം വെളുക്കോളം സമയം തരാം. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അതായത് ഇതിലെഴുതി എന്താ? അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിന് ന്യായമുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിയാരെ സംഗതി ബേജാറ് തന്നെയാണ്. നിങ്ങൾ കേൾക്കണം, സുന്നത്തായിരിക്കുന്ന അമല് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാവും കാല് ഞാനാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിന്റെ അർത്ഥം കൈയും കാലോ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവനക്ക് കഴിവ് കൊടുക്കുന്നതാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് കൈയും കാലോ എന്ന് പറഞ്ഞാൽ കൈയും കാലോ എന്നല്ല. എന്തൊക്കെയാണോ ഉദ്ദേശിക്കുന്ന കഴിവ് അള്ളാഹു തആല കൊടുക്കുമ്പോൾ അത് കിട്ടും എന്നല്ലാണ്ട് അള്ളാഹുവിന്റെ സിഫത്തിലാണ് പങ്കുകാരനല്ല. അള്ളാഹുവിന്റെ സിഫത്ത് ഖദീമാണ്, മനുഷ്യനുക്കുള്ള സിഫത്തൊക്കെ ജദീദാണ്. മനുഷ്യന്റെ സിഫത്തും കഴിവും അള്ളാഹു തആല എപ്പോഴെടുത്ത് മാറ്റാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ എടുത്ത് മാറ്റാം. അള്ളാഹുവിന്റെ കഴിവ് മാറ്റാൻ പറ്റില്ല. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസത്തോട് കൂടി കാണുമ്പോൾ അതിൽ ശിർക്കല്ല. ഇനി മറ്റൊന്ന്, ഇങ്ങനെ കണ്ടാൽ ശിർക്കാവുമെന്ന് ലോകത്ത് അറിയപ്പെട്ടതായിരിക്കുന്ന പ്രഗത്ഭരായിരിക്കുന്ന പണ്ഡിതന്മാർ, ഞാൻ പറയട്ടെ, ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഒരു മിനിറ്റ്,
ഇന്നത്തെ പണ്ഡിതന്മാർക്ക് ഏത് പണ്ഡിതനാവട്ടെ ഒരു 10 ഹദീസ് കൃത്യമായി അതിന്റെ റിപ്പോർട്ടർമാർ സഹിതം പറയാൻ കഴിവുള്ളവരെന്ന് കുറവാണ്. അതേ സ്ഥാനത്ത് ഇമാമുൽ ഷാഫി റളിയല്ലാഹു അൻഹു 10 ലക്ഷം ഹദീസ് കാണാപ്പാടം അറിയുന്നവരാണ്. അങ്ങനത്തെ ഇമാമുൽ ഷാഫിയോ ഹനഫിയോ ഹംബലിയോ മാലിക്കിയോ ഈ വിഷയത്തിൽ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കിതാബ് നിങ്ങൾ തെളിവ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അംഗീകരിക്കും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അതല്ലേ വേണ്ടത്. അപ്പൊ ഇമാം ഷാഫിക്ക് ഈ സാധനം പരിചയമേ ഇല്ല. ഇമാം ഷാഫി CM സ്മരണിക വായിച്ചിട്ടില്ലല്ലോ. ഉണ്ടെങ്കിലേ എഴുതാം. അങ്ങനെ ഇഞ്ഞിരിക്ക് നിങ്ങൾ കേൾക്ക്, പറഞ്ഞു കേൾക്ക്. നിങ്ങൾ പറഞ്ഞ സ്വസ്ഥമായി കേട്ടല്ലോ, നിങ്ങൾ കേൾക്ക്. ഈ വാചകം ഞാൻ നിങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുത്താൽ എന്നും പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ധരിച്ചതാണ്. ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയുടെ ഹദീസാണ്. ആ ഹദീസ് വിശദീകരിച്ച ലോകത്തെ അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ ഇമാം ഷാഫി സ്വഹീഹ് ബുഖാരി വന്ന ഹദീസ് ഏകദേശമൊക്കെ ഇമാം ഷാഫിക്കും അറിയാലോ, ഇമാം ഷാഫിക്കും അറിയാമല്ലോ. ആ 10 ലക്ഷം എത്ര ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇമാം ഷാഫി ആ ഹദീസ് കണ്ടിട്ടുണ്ട്. ഇമാം ഷാഫി ആകട്ടെ, അബൂ ഹനീഫ ഇമാം ആവട്ടെ, ഇമാം മാലിക് ആവട്ടെ, ഇമാം അഹ്മദ് ഹംബൽ ആവട്ടെ റഹിമഹുമുല്ല, അല്ലാത്തവരാകട്ടെ, അവരാരെങ്കിലും ഈ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് അള്ളാഹു കാണും പോലെ കാണുമെന്നോ അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്നോ അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നോ എഴുതി വെച്ചൊരു വാചകം ഉസ്താദെ ഖിയാമത്ത് വരെ കിട്ടൂല, ഖിയാമത്ത് വരെ കിട്ടൂല. പറഞ്ഞു കഴിയട്ടെ നിങ്ങൾ ഇരുന്നോളി. ആ തെളിവന്നെ പറയണത്. നിങ്ങൾ പുതിയ സാധനം എഴുതിണ്ടാക്കുക, അതിന് ഇമാം ഷാഫിന്റെ കിതാബ് കാണണം, അത് നടക്കൂല. നിങ്ങൾ ഇവിടെ കാന്തപുരം ഉള്ളാത്തങ്ങൾ എഴുതുക, എന്നിട്ട് പല ഇത് ചെറുക്കാന്ന് ഇമാം ഷാഫി പറയണം, അത് പറയില്ലല്ലോ. നേരെ മറിച്ച് ഈ എഴുതി വെച്ചത് എന്താ? ഈ എഴുതി വെച്ചത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതിന് വേറെ ഒരു വ്യാഖ്യാനവും ഇല്ല. ഇതിലേക്ക് ഞാൻ പറഞ്ഞു കഴിയോട്ടെ, നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ബേജാറായി ഇരുന്നോളി, സ്വസ്ഥമായി ഇരുന്നോളി. നമ്മൾ മാനിക്കുന്നു ബഹുമാനിക്കുന്നു, നിങ്ങൾ ചോദിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ ഇത് കേൾക്കി. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതാണ് സാധാരണക്കാരായ പ്രസംഗിക്കാൻ പോണ അലവി സഖാഫിനെ പോലുള്ള മൂലയന്മാരൊക്കെ തെളിവായി പറയാറുള്ളത്. പക്ഷേ നിങ്ങളത് വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്കിങ്ങോട്ട് ഒരു സ്നേഹത്തോട് കൂടി സൂചിപ്പിക്കാനുള്ളത്, ആ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ ഒട്ടനവധി ഹദീസ് ഗ്രന്ഥങ്ങൾ കിട്ടും, വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ കിട്ടും. സ്വഹീഹ് ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയവർ ഇമാം അസ്ഖലാനി ഫതുഹുൽ ബാരി, നിങ്ങൾ പരിശോധിച്ചോളി. ഫതുഹുൽ ബാരി ആ ഹദീസിന് 7 വ്യാഖ്യാനം കൊടുത്തു. 7 വ്യാഖ്യാനങ്ങളിൽ ഒന്നുപോലും നിങ്ങൾ ഈ പറഞ്ഞ വ്യാഖ്യാനം ഇല്ലെന്നു മാത്രമല്ല, ഈ നയത്തെ വിമർശിക്കാൻ അദ്ദേഹം അതിൽ വരികൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസിനെ ലോകത്ത് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആരൊക്കെയുണ്ടോ ആ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നിങ്ങൾ തുറന്ന മനസ്സോടുകൂടി സ്വസ്ഥമായി നിങ്ങൾ അന്വേഷിക്കുക. ആ കിതാബ് നിങ്ങൾ സംഘടിപ്പിക്കുക, അത് നിങ്ങൾ വായിക്കുക. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നിങ്ങളിപ്പോൾ പല ന്യായം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരാരും പറഞ്ഞ ന്യായമല്ല. അവരാരും അത് കണ്ടിട്ടില്ല, അവരാരും പരാമർശിച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഉസ്താദുമാർ ന്യായമുണ്ടാക്കി പറഞ്ഞത് അത് അപ്പടി വിശ്വസിച്ചു എന്ന് മാത്രം, അത് വിശ്വസിക്കാവതല്ല. അതുകൊണ്ട് അള്ളാഹു കാണും പോലെ കാണുമെന്നോ കേൾക്കും പോലെ കേൾക്കുമെന്നോ പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമാണ് അള്ളാഹിന്റെ സിഫത്ത് വകവെച്ചു കൊടുക്കൽ. അള്ളാഹിന്റെ സിഫത്ത് സൃഷ്ടിക്കൊടുത്താൽ ശിർക്കല്ല എന്ന് ആർക്കെയും പറയുണ്ടോ? അള്ളാഹിന്റെ സിഫത്ത് വകച്ചു കൊടുത്താൽ ശിർക്കല്ലാരെയും പറയോ? ഇവിടെ അതാണ്ടായത്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുക, അള്ളാഹു കാണുന്നത് പോലെ കാണുക, അള്ളാഹു പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുക. ഞാൻ തീർത്തു പറയുന്നു, ഇത് കൊടിയ ശിർക്ക് തന്നെയാണ്. അത് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹ് വ്യക്തമായി പഠിപ്പിച്ചതാ, ഹൽ തഅലമു ലഹു സബിയ്യ, അള്ളാഹിനോട് പേരൊത്തവനെ നിനക്കറിയുമോ എന്ന് സൂറത്ത് മർയമിൽ. അതേപോലെ വിശുദ്ധ ഖുർആൻ സൂറത്ത് ശൂറയിൽ പറഞ്ഞു, റഹ്മാനായ റബ്ബിന് സമ്പന്നന്മാരായി ആരും തന്നെ ഇല്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവനെ പോലെ യാതൊന്നുമില്ല. സൂറത്ത് ഇഖ്ലാസിൽ പറഞ്ഞു, വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ആരും തന്നെ ഇല്ല. നബി തങ്ങൾ വിശദീകരിച്ചു, അള്ളാഹുവിന്റെ റസൂലിനോട് മാഷാ അല്ലാഹു വശിഅത, നബിയെ താങ്കളും അള്ളാഹുവും ഉദ്ദേശിച്ചതാണ് സംഭവിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്ക് ഹബീബ് തങ്ങൾ പറഞ്ഞെന്താ, അജഅൽതനി ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച റബ്ബിനോട് നീ എന്നെ തുല്യനാക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അത്ര വ്യക്തമായി ആയത്തിലും ഹദീസിലും പരാമർശിക്കപ്പെടുന്നു. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ആ നിലയ്ക്ക് തന്നെയാണ് വിശ്വാസത്തെ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട വാചകം അത് ഏകദേശം 10-30ഓളം കൊല്ലമായി മലയാളത്തിൽ എഴുതി പ്രചരിപ്പിച്ചിട്ട് ഇന്നേ വരെ തിരുത്തങ്ങൾ കണ്ടിട്ടില്ല. പിന്നെയും ന്യായീകരിക്കുകയാണ്. മാത്രവുമല്ല, ഇമാം ഷാഫിയുടെ പ്രമാണം ചോദിക്കുന്ന ആളുകൾ എന്താണാവോ അഖീദയിൽ അശ്അരിയിലേക്ക് പോയത്. കർമ്മശാസ്ത്രത്തിൽ ഷാഫി ഹനഫി തുടങ്ങി 4-1, വിശ്വാസത്തിലോ 2-1 അശ്അരി മാതുരിദി. ഇമാം ഷാഫിന്റെ വിശ്വാസം എന്തോ സ്വീകരിക്കാൻ പ്രയാസമുണ്ട് എന്നാണല്ലോ അത്
അതിനർത്ഥം. പോട്ടെ, വിഷയം അതല്ല. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ഹദീസിനെ നിങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളെ പരലോകത്തിന് വേണ്ടി ആത്മാർത്ഥമായി നിങ്ങളൊന്ന് പരിശോധിക്കാൻ, ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഒരു ഉപദേശമല്ല. നിങ്ങൾക്ക് എത്രയോ പ്രായം കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് നിങ്ങളത് ഹക്കാണെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിന് കിട്ടാവുന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ മനസ്സിലാവും ഇവിടെ ഈ മുസ്ലിയാക്കന്മാർ പറയുന്ന ന്യായങ്ങളൊന്നും അവരാരും പറഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ പറഞ്ഞുണ്ടാക്കുക, സാധാരണക്കാർക്ക് സാധാരണ കഴിവ്, അസാധാരണക്കാരന് അസാധാരണ കഴിവ് നമ്മൾ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ അതിനൊന്നും പ്രമാണങ്ങളുടെ പിൻബലമില്ല. അല്ലാഹു അഅലം. ഞങ്ങൾ പറയുന്ന ആശയങ്ങൾക്ക് നിങ്ങൾ വിശദീകരണം പറയുന്ന ഒരു രീതി, മഹാന്മാർ മാസാല അബ്ദി ബിൻ നവാഫിൽ യഖുർബു ഹതാകൂന ലഹു യദൻ വൽ അർജുല. നേരത്തെ സുഹൃത്ത് പറഞ്ഞ ഹദീസിനെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഒരു കാവ്യമായിട്ട് അവതരിപ്പിച്ചു തരികയാണ്. എന്റെ ദാസൻ സുന്നത്തായ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എന്നിലേക്ക് അടുക്കുമ്പോഴെല്ലാം ഞാൻ അവൻ പിടിക്കുന്ന കൈ ഞാനാകും, അവൻ നടക്കുന്ന കാല് ഞാനാകും, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. ഈ ഒരു പരാമർശം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഖുദ്സിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്ദേശമാണ്. ആ അടിസ്ഥാനത്തിൽ അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ എഴുതിയ വ്യാഖ്യാനത്തിന്, ഒരു ലേഖനത്തിൽ വളരെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്തുകൊണ്ടും വളരെ മോശമായി പോയി. ആ ഒരു വിശ്വാസം, നിങ്ങൾ ആ പറയുന്നൊരു വിശ്വാസം സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് നിങ്ങൾ ആ പറയുന്നത് പോലെ അള്ളാഹുവിനുള്ള അതേ കഴിവ് ഉണ്ട് സിയം മടവൂരിന് എന്ന് ആ എഴുതിയവരും വിശ്വസിക്കുന്നില്ല, അവരുടെ അനുയായികളും വിശ്വസിക്കുന്നില്ല. സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിനെ പോലുള്ള വിശേഷണങ്ങളൊക്കെ സിയം മടവൂരിനുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആ പറയുന്നത് പോലെ ആ എഴുതിയവരും വിശ്വസിക്കുന്നില്ല, അതിന്റെ സംഘാടക സമിതിയിലുള്ളവരും വിശ്വസിക്കുന്നില്ല, നമ്മളെ പോലുള്ള സാധുക്കളായ അനുയായികളും വിശ്വസിക്കുന്നില്ല. എല്ലാ കഴിവും അള്ളാഹുവിനാണ്. നേരത്തെ ഈ ഈസാ നബിയെ പറ്റി പറഞ്ഞതുപോലെ ഇതിനില്ല, അള്ളാഹുവിന്റെ അനുമതിയോടും അള്ളാഹു നൽകുന്ന കഴിവോടും കൂടെയാണ് എല്ലാവരും ഇവിടെ സഹായിക്കുന്നതും എല്ലാവരും ആ നിലക്ക് സഹായം ആരോടാണെങ്കിലും അഭ്യർത്ഥിക്കുന്നതൊക്കെ ആ കഴിവ് കൊണ്ടാണ്, അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് സഹായിക്കണമെന്ന നിലക്കാണ്. പിന്നെ ഞാൻ ഇത് പറഞ്ഞപ്പോ സഹോദരൻ എന്റെ മറുപടി അത് പറഞ്ഞപ്പോ ഞാൻ അതുകൂടി ഒന്നുകൂടി ഉണർത്തിയതാണ്. പിന്നെ മക്ബറകളിലും മഖാമുകളിലും ഒക്കെയുള്ള വലിയ ബഹുമാനങ്ങളും ബഹുമതികളും ആദരവുകളും ഒക്കെ, ആ ആദരവും ബഹുമാനവും ഒക്കെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്തരം സ്ഥലങ്ങളിലേക്ക് അവിടെ ചെന്നുകൊണ്ട് അള്ളാഹുവിനോടാണ് ആര് ചൊല്ലുമ്പോഴും പ്രാർത്ഥിക്കുന്നതൊക്കെ അള്ളാഹുവിനോടാണ്. അതിന് ഇജാബത്തിന് അർഹമായ സ്ഥലമായതുകൊണ്ട് അങ്ങനെ വിളിച്ചു പ്രാർത്ഥിച്ചതിന് ഒരുപാട് ധാരാളം തെളിവുകളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ പറയട്ടെ, മദീനയിൽ ചെന്നാൽ തിരു റൗലയുടെ ആ സലാം പറയുന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാൻ നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയാൽ, സലാം പറയാനുള്ള ആ ദ്വാരമുള്ള സ്ഥലത്തേക്ക് നോക്കിയാൽ രണ്ട് തൂണിലായിട്ട് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് യാ ഖൈറ മൻ ദുഫിനത് ബിൽഖാഇ അഅ്ലുഹു ഫതാബ മിൻ തീബിഹിന്നൽ ഖാഉ വൽ ലകമു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ റൗള ഷരീഫിൽ വലിയ ബഹുമതികളുണ്ട്, അവിടുന്ന് ഒരുപാട് ഔദാര്യങ്ങൾ തരേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്ന ആശയമുള്ള ആ കാവ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ട് അവിടെ എഴുതിയിട്ട് ഒരുപാട് കാലമായി. എത്ര ഇമാമികൾ അവിടെ വന്നുപോയി, എത്ര വിശ്വാസികൾ അവിടെ വന്നുപോയി, ഇന്നും വായിച്ചിട്ടില്ല അവിടെ. അതുപോലെ തന്നെ ആ റൗളയുടെ ചുറ്റുഭാഗത്തും യാമൻ തഫജറത്തിൽ അൻഹാറു നാബിഅതൻ മിൻ ഇസ്ബഅൈഹി ഫറവൽ ജൈസദൽ മദദി എന്ന് പറയുന്ന ആ നീണ്ട കാവ്യം നിങ്ങളൊക്കെ പോയി റൗളയൊന്ന് വലയം ചെയ്തു നോക്കൂ. അവിടെ ഇന്നും എഴുതി വെച്ചതായിട്ട് കാണാം. ചിലതൊക്കെ കാലപ്പഴക്കം കൊണ്ട് മായ്ഞ്ഞു പോകുന്നതായിട്ടും കാണാം. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് അഭ്യർത്ഥിക്കുകയാണ്, സഹായം തേടുകയാണ്. അത് ഇന്നും ആ നബി തങ്ങളുടെ സലാം പറയുന്ന ഇടത്ത് രണ്ട് തൂണുമ്മലും നല്ല ഗോൾഡ് കളറിൽ എഴുതി വെച്ചത് കാണാം. അതുപോലെ ചുറ്റുഭാഗത്തും എഴുതി വെച്ചത് കാണാം. എല്ലാ വിശ്വാസികളും അവിടെ വന്നത് കാണുന്നുമുണ്ട്. ഒരാളും ഇത് അനാചാരമാണെന്ന് പറഞ്ഞ് മായ്ച്ചു കളഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മഖ്ബറകളിൽ ചെന്ന് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് തങ്ങളുടെ അടുക്കൽ തന്നെയല്ലേ. എന്തിനാണ് പിന്നെ അതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പ്രതീതി മാറ്റണം. അനാവശ്യമായി നീട്ടിയുള്ള മറുപടിയും കാര്യമായ മറുപടി നിങ്ങൾ പറയണം. നിങ്ങൾ കുറെ ഇങ്ങനെ പറഞ്ഞു പോകാനല്ലാതെ ആർക്കും എപ്പോ തിരിയാനാ? നീട്ടിയുള്ള ചോദ്യം വരുമ്പോൾ കുറച്ചെങ്കിലും നീട്ടേണ്ടി വരില്ലേ? അപ്പൊ അതൊന്നും വായിക്കേണ്ടതില്ല, ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു അക്ബർ. പഠിച്ചോൻ തന്നെ വലുത്, അത് നിങ്ങൾ ഉറപ്പിച്ചാൽ മതി. സി എം അല്ല അക്ബർ, അല്ലാഹു അക്ബർ, അത് ഉറപ്പിച്ചാൽ മതി. അപ്പൊ ഏതായിരുന്നാലും ശരി, ഇപ്പൊ മൂപ്പത് ഈ എഴുതിയത് ഓൽക്കാർക്കും വിശ്വാസം ഇല്ല എന്നാ, പിന്നെ ഞാനെ വിശ്വസിപ്പിക്കാനത്?
ഈ എഴുതിയത് ഓർക്കൊന്നും വിശ്വാസമില്ല, ഇതൊന്നും വിശ്വാസമില്ല, സംഘാടകർക്കും വിശ്വാസമില്ല, വിറ്റ് പൈസ ഉണ്ടാക്കാനാ? ഉസ്താദ് നിങ്ങൾ ജയന്തി മഖ്ദൂമിൽ പാടല്ലോ, മസാല അബ്ദി ബിൻ നവാഫിൽ യഖറബു ഹത്താ അകൂന ലഹു യദം വൽ അർജുല വസംഉ മിൻഹു സുമ്മ ഐനം ബാസിറ ഐ മിസ്ലി ഹാദാ റിബി ദാക ഫഹർവല. അത് എവിടെ ഉള്ളത്? അല്ലാഹ് കാണും പോലെ കാണുന്നു ഉണ്ടോ? അല്ലാഹ് കാണും പോലെ കാണുന്നുണ്ടോ? കേൾക്കും പോലെ കേൾക്കുന്നുണ്ടോ? എന്തിനാ നിങ്ങൾ വെറുതെ ഇല്ലാത്ത ഇങ്ങനെ പറയണത്? ജയന്തി മഖ്ദൂമിൽ അതൊക്കെയായി പറഞ്ഞതാ അത്, പക്ഷെ അതിലുണ്ടോ? അത് ഇല്ല. അപ്പൊ നിങ്ങൾ വെറുതെ ഇങ്ങനെ സമാധാനിക്കുക, ഇതൊക്കെ അത് തന്നെയാണ്. മഞ്ഞപ്പിത്തം പിടിച്ചാൽ എല്ലാം മഞ്ഞയാണല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. യാ ഖൈറ മൻദുഫിനത്ത്, ഒരു കുഴപ്പമില്ല. ആ ഖൈറ മൻദുഫിനത്ത് ബിൽ ഖായി അൽമുഹു ഫത്വാബ മിൻ തിബിഹിൽ ഖാഉ വൽ അകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു ഫീഹിൽ അഫാഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ രണ്ട് ബൈത്ത് അവിടെ എഴുതിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അതല്ലേ വായിക്കാത്തത്? അല്ലെങ്കിൽ എന്നോ വായിക്കൂലേ, എന്നോ വായിക്കൂലേ. ഇനി കുഴപ്പമുള്ള വേറെ ഉണ്ട് അവിടെ, പച്ചക്കുബ്ബ, അത് കുഴപ്പമുള്ളത് തന്നെയാണ്. അത് നബിക്ക് പരിചയമില്ല, സ്വഹാബിക്ക് പരിചയമില്ല, താബിഈങ്ങൾക്ക് പരിചയമില്ല, ഷാഫി ഇമാമിന് പരിചയമില്ല, നാലി ഇമാമിങ്ങൾക്ക് പരിചയമില്ല, മുഹീദ്ദീൻ ശൈഖിന് പരിചയമില്ല, റിഫായി ശൈഖിന് പരിചയമില്ല, ഓൽക്ക് ആർക്കും പരിചയമില്ല. പിന്നെണ്ടായതാ ഈ എഴുത്ത് ഹിജ്റ 1118 എഴുതിച്ചതാ. ഇപ്പറഞ്ഞ പാട്ടുകൾ പറഞ്ഞാൽ കുറേ ഇമാമികൾ കഴിഞ്ഞു പോയിന്ന് ഇല്ല. ഹിജ്റ 1118 ആ പദ്യം അവിടെ എഴുതി വെക്കുന്നത്. പക്ഷെ അതിൽ എന്തില്ല? ഇസ്തിഗാസയില്ല, അതിൽ ഇസ്തിഗാസയില്ല. അപ്പൊ നിങ്ങളെ വക അർത്ഥം വെക്കുമ്പോ എന്ന ആശയം ഉൾക്കൊള്ളുന്ന ബൈത്ത് അത് നിങ്ങളെ വകയാണ്. അത് അവിടെ ഒക്കെ കുഴപ്പം അർത്ഥത്തിലാണ്, വാചകത്തിന് കുഴപ്പമില്ല. അപ്പൊ ആ വാചകത്തിൽ ഇസ്തിഗാസയില്ല. നബി അഭിസംബോധന ചെയ്യുന്നുണ്ട്, ആർക്കും തർക്കമില്ലല്ലോ. അത് നബിയെ മാത്രമാണോ? മാസം കണ്ട എന്താ ചൊല്ല? റബ്ബി വറബ്ബുക്കല്ലാ, എന്റെയും നിന്റെയും റബ്ബ് അല്ലാഹു ആകുന്നു. ആഹാ, ചന്ദ്രനെ വിളിക്കേ, എന്നാ ചന്ദ്രേട്ട കാക്കണേ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ ഖിതാബ് കാണുമ്പോൾ, അഭിസംബോധന കാണുമ്പോഴേക്കും ഒക്കെ ഇസ്തിഗാസായി എന്ന് വിചാരിച്ചാൽ സംഗതി ബുദ്ധിമുട്ടാണ്. അഭിസംബോധനയുണ്ട്, തർക്കമില്ല, അത് നമുക്ക് ആർക്കും തർക്കമില്ല. അത് അവിടെ പോയാൽ ഞങ്ങളൊക്കെ സലാം വന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാ സലാം പറഞ്ഞത്, ആർക്കും തർക്കമില്ല. അതേസമയം നബിയെ എന്നെ സഹായിക്കണേ, നബിയെ എന്നെ കാക്കണേ, എൻ്റെ രോഗം മാറ്റണേ, എനിക്ക് സന്താനത്തെ നൽകണേ, എനിക്ക് ശിഫ നൽകണേ എന്ന ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ വായിക്കേണ്ടതാണ്, അതുണ്ടെങ്കിൽ വായിച്ചിട്ടുണ്ടാവും. അതിനപ്പുറത്തുള്ളതൊക്കെ ഇസ്തിഗാസ ഇല്ലാത്തതാണ്. പിന്നെ മേലെ എഴുതിച്ചിട്ടുണ്ട്, ശരിയാണ്, നബിന്റെ മഹത്വമുണ്ട്, ഹദീസിൽ വന്നതാണ്, ഹദീസിൽ വന്നതാണ്. നബിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഉത്ഭവിച്ചു, അതിൽ എഴുതിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹദീസിൽ വന്നതാണ്. ആർക്കാ തർക്കമുള്ളത്? അതൊന്നും തർക്കമില്ല ഉസ്താദെ. പിന്നെ തർക്കം എവിടെയാണ്? ഇത് വെച്ച് അവരോട് തേടാൻ ആര് പഠിപ്പിച്ചു? അതില്ല ഞാൻ പറഞ്ഞത്. അതിനാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഹദീസാണ് തെളിവെങ്കിൽ, ബുഖാരി ഇമാം ഉദ്ധരിച്ച ആ ഹദീസാണ് തെളിവെങ്കിൽ, ആ ഹദീസ് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽപ്പെട്ട ഏത് ഇമാമാണ് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം അള്ളാഹു കാണും പോലെ കാണുമെന്നാണ്, അള്ളാഹ് കേൾക്കും പോലെ കേൾക്കുമെന്നാണ്, അള്ളാഹു പ്രവർത്തിക്കും പോലെ പ്രവർത്തിക്കുമെന്നാണ് എന്ന് എഴുതി വെച്ചത്? അങ്ങനെ എഴുതി വെച്ചിട്ടില്ല, അങ്ങനെ എഴുതി വെച്ചിട്ടില്ല. എത്രമാരുണ്ട്? നിങ്ങൾ ഒന്ന് വായിക്കി, നിങ്ങൾ ഒന്ന് വായിക്കുക, എത്രമാരുണ്ട്? അത് പെരി പോയി പറഞ്ഞു എവിടുന്ന് പറയിപ്പോ, വീട്ടിൽ പോയിട്ടല്ല പറയേണ്ടത്. ഒന്നുങ്ങൾ വായിക്കി. ഈ ഹദീസ് വിശദീകരിച്ച ഏതു പണ്ഡിതനാണ് ഈ ഹദീസിന്റെ അർത്ഥം അള്ളാഹു കാണും പോലെ ആ മഹാൻ കാണുമെന്നാണ്, അള്ളാഹു കേൾക്കും പോലെ മഹാൻ കേൾക്കുമെന്നാണ്, അള്ളാഹു പ്രവർത്തിക്കും പോലെ മഹാന്മാരും പ്രവർത്തിക്കുമെന്നാണ് എന്ന് ആരെഴുതി വെച്ചു? ഇലാ യൗമിൽ ഖിയാമ. നിങ്ങൾ എന്നല്ല, നമ്മളെല്ലാവരും കൂടിയാലും അത് കിട്ടൂല. അത് പിന്നെന്താ വാദം? അപ്പൊ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നിങ്ങൾ പൗതി മുജാഹിദായി അപ്പൊ തന്നെ. അപ്പൊ പിന്നെ എന്താ ഞങ്ങൾ ജയന്തി മഹത്വമിനെ ഉദ്ധരിച്ചത്? അപ്പൊ ഏതായിരുന്നാലും ശരി, അവർക്ക് മഹത്വമുണ്ട്, സംശയമൊന്നുമില്ല. അത് ഇബ്നു തൈമിയ്യ അപ്പോൾ നമ്മൾ നേരത്തെ വിശദമായി വായിച്ചല്ലോ, ഞങ്ങൾക്ക് പോകണ്ടല്ലോ. അപ്പൊ ഏതായിരുന്നാലും മഹത്വമുണ്ട്, തർക്കമില്ല. കറാമത്തുണ്ട്, തർക്കമില്ല. മുഴുജിയത്തുണ്ട്, തർക്കമില്ല. മരണശേഷവും കറാമത്തും മുഴുജിയത്തും നിലനിൽക്കുന്നു. പൊന്മളക്ക് മാത്രമേ തർക്കമുള്ളൂ എന്ന് ഔഷാദ് ഹസനി പറയുന്നു. അപ്പൊ ഏതായിരുന്നാലും ശരി, അതിലൊന്നുമല്ല തർക്കം. അത് അടിസ്ഥാനമാക്കി അവരോട് തേടാൻ ഞാൻ അതിനാണ് പറഞ്ഞത്. ആയിഷ ബീവി 48 കൊല്ലം അള്ളാന്റെ റസൂലിന്റെ ഖബർ ഉൾക്കൊള്ളുന്ന ആ വീട്ടിലാണ് താമസിച്ചത്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി, പക്ഷെ നബിയോട് തേടിയില്ല. അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു നബിയുടെ ഭാര്യമാരുടെ ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തു. ആയിഷ ബീവി പറഞ്ഞില്ല, എനിക്കത് ആവശ്യമില്ല, ഈ പെട്ടിന് കിട്ടുന്ന പൈസ മതി എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവിടെ പെട്ടിയില്ല, അത് വരുമാനമായിട്ടില്ല, അവിടെ നേർച്ചയില്ല, അവിടെ ഇസ്തിഗാസയില്ല, ആ ഏർപ്പാടുണ്ടായിട്ടില്ല. സുദീഖുൽ അക്ബർ 2.5 കൊല്ലം മദീന കേന്ദ്രമാക്കി ഭരണം നടത്തി. പല പ്രശ്നങ്ങളുണ്ടായി, അവിടെ പോയി തേടിയിട്ടില്ല.
ഉമർ ഖത്താബ് 10 കൊല്ലത്തോളം ഭരണം നടത്തി, അവിടെ പോയി തേടിയിട്ടില്ല. ശേഷം ഉസ്മാൻ അഫ്ഫാനും അലി ഇബ്നു അബീ ത്വാലിബും റളിയല്ലാഹു അൻഹും അവരൊക്കെ ഭരണം നടത്തി, അവരാരും തേടിയിട്ടില്ല. 1,13,000 സ്വഹാബിമാർ നബി തങ്ങൾ വഫാത്താകുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട്, അവരാരും പോയി തേടിയിട്ടില്ല. മാത്രമല്ല അഹ്ലുസുന്ന ഇമാമിങ്ങൾ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒന്നില്ല. പിന്നെ അള്ളാഹ് കൊടുത്ത കഴിവ് തന്നെയാണ്, വേറെ സ്വന്തം കഴിവൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ശിർക്ക് ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും അത്രേ പറഞ്ഞുള്ളൂ. അബൂജഹൽ പറഞ്ഞെന്താ? ഞങ്ങൾ അബൂജഹലാക്കലുണ്ട്, അങ്ങനെ വിചാരിക്കരുത്. അബൂജഹൽ പറഞ്ഞതെന്താ? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്. തവാഫ് ചെയ്യുമ്പോൾ പറയാം, തവാഫ് ചെയ്യുമ്പോൾ മക്കത്തെ മുസ്ലിക്കീങ്ങൾ പറയാ, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്തു കൊണ്ടുവരുന്നു. ലബ്ബൈക്, നിനക്ക് ഉത്തരം ചെയ്യുന്നു. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല റബ്ബേ. നബി പറയും, അപ്പോ വൈലക്കും ഖദിൻ ഖദിൻ, അവിടെ നിർത്തിക്കോ, ബാക്കി പറയല്ല എന്ന് പറയും. പക്ഷെ അവർ പറയുന്നു ബാക്കി, അതെന്താ? ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരനൊഴികെ, ഹുവ ലക, അവൻ നിനക്കുള്ളതാണ്, തംലിക്കുഹു, നീ അവനെ ഉടമപ്പെടുത്തുന്നു, വമാ മലക, അവന് സ്വന്തമായി യാതൊന്നുമില്ല, നീ കൊടുത്ത കഴിവേയുള്ളൂ. അല്ലെങ്കിൽ തംലിക്കുഹു, നീ അയാളെ ഉടമപ്പെടുത്തുന്നു, വമാ മലക, അയാൾ ഉടമപ്പെടുത്തിയതിനെയും നീ ഉടമപ്പെടുത്തുന്നു. അത്ഫായി വെച്ചാൽ അപ്പോൾ ആ പങ്കുകാരന് ഒരു കഴിവും സ്വന്തമായിട്ടില്ല റബ്ബേ, നീ കൊടുത്ത കഴിവേ അയാൾക്കുള്ളൂ, അത്തരം പങ്കുകാരേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരെ പറ്റി നമ്മൾ മുസ്ലിക്കെന്ന് പറഞ്ഞു. അതേ പണി നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉസ്താദേ? അത് ശരിയല്ലല്ലോ. ലോകത്ത് ശിർക്ക് ചെയ്യുന്ന ആരോടും ചോദിച്ചു നോക്കി. ഗുരുവായി പോയി പ്രാർത്ഥിക്കാൻ നമ്മളെ അയൽവാസികളായ ഏതെങ്കിലും ഒരു ബാലേട്ടൻ ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കി, എന്താ ബാലേട്ടൻ നിങ്ങളെ വിശ്വാസം? ബാലേട്ടൻ പറ, ഗുരുവായൂരപ്പനാണ് മാപ്പിളെ ആകാശം പടച്ചത്, അവരാണ് ഭൂമി പടച്ചത്, അവരാ മഴ പെയ്യിപ്പിക്കുന്നത്, അവരാ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നത്, ഗുരുവായൂരപ്പൻ ഇല്ലെങ്കിൽ സൂര്യൻ ഉണ്ടാവില്ല എന്ന് അയാൾ പറയോ? ഇല്ലല്ലോ. പിന്നെ എന്താ പറയാ? അവരൊക്കെ വലിയ വലിയ അവതാരങ്ങളാണ്, പുണ്യപുരുഷന്മാരാണ്, നമ്മൾ അവിടെ പോയി പറയാ എന്നാ നമ്മളുണ്ടാവും ഒന്നായി എന്ന് പറയേണ്ടി വരൂലേ? അപ്പൊ അത് ശരിയല്ല എന്നാ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൂടാ, അത് പറയാവതല്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പഠിക്കുക. നമ്മൾ ഈ വേദിക്കപ്പുറത്ത് ആത്മാർത്ഥമായി പഠിക്കുക ഈ വിഷയത്തെപ്പറ്റി. ഞാൻ നേരത്തെ മറ്റേ അങ്ങോട്ടന്നെ പറഞ്ഞുകൊണ്ടു, ഈ കാണുന്ന എല്ലാ ഇബാദത്തും അസ്ലി കിതാബുകളൊന്ന് വായിക്കി. ഈ എല്ലാ ഇബാദത്തും അസ്ലി കിതാബ് എടുക്കുക, അതൊന്ന് വായിച്ചു നോക്കുക. അപ്പം മനസ്സിലാവും ഇത് ബല് പറഞ്ഞ പോലെ ഒന്നും അല്ല എന്നവിടുന്ന് ബോധ്യപ്പെടും എന്നാണ് ഈ വൈകിയ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്.